നമുക്ക് ബൈബിൾ തുറക്കാം. ബൈബിൾ തുറന്നിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി ഒരു കൊച്ചു മെസ്സേജ് പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഇന്ന് രാത്രി വായനയ്ക്ക് വേണ്ടി നമുക്ക് ബൈബിൾ തുറക്കാം. ലൂക്കോസ് 19-ന്റെ 5-ാമത്തെ വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. വളരെ പരിചയമുള്ള വാക്യമാണ്. അതിനകത്ത് നിന്നാണ് ഞാനൊരു മെസ്സേജ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ 9-ാമത്തെ വാക്യം കൂടെ, അതേ ചാപ്റ്റർ, അതിന്റെ 9-ാമത്തെ വാക്യം കൂടെ. യേശു അവനോട് ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഈ രണ്ട് വാക്യങ്ങളിൽ നിന്നും കർത്താവ് എന്നെ ചിന്തിപ്പിച്ച ഒരു കൊച്ചു മെസ്സേജ് പറയാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. രാവിലെ പറഞ്ഞതുപോലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള പരിചയമുള്ള വേദഭാഗമാണ്. ഇങ്ങനെ പരിചയമുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിൻ്റെ കൺക്ലൂഷനിലോട്ട് വരും. ഇത് സക്കായിയെക്കുറിച്ചാണെന്നും സക്കായിയെക്കുറിച്ച് നീ കർത്താവ് എന്താണ് പറയാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾ എത്താതെ നമുക്കൊരുമിച്ച് ഒരു പുതിയ ചിന്ത ദൈവം നമുക്ക് തരുന്നെങ്കിൽ അത് കേട്ട് നമുക്കിന്ന് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതിനകത്ത് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം എന്ന് പറയുന്നത്, വാക്യം അല്ല, ഒരു വാക്ക് എന്ന് പറയുന്നത് ഇന്ന് എന്നുള്ളതാണ്. ടുഡേ, പ്രൈസ് ദ ലോർഡ്. ഇന്ന് എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഇന്ന്. എല്ലാവരും പറഞ്ഞില്ല, വാ തുറന്ന് പറഞ്ഞില്ല, ഇന്നെന്ന് പറഞ്ഞ്. ഇന്ന്, പ്രൈസ് ദ ലോർഡ്. ലോകം എപ്പോഴും പറയുന്നത് നാളെ എന്ന് അല്ലേ? തിരുവല്ലക്കാർക്ക് അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. തിരുവല്ല ഈ ഭാഗത്തോട്ട് ചെല്ലുമ്പോഴൊക്കെ ഇഷ്ടം പോലെ ലോട്ടറി കച്ചവടക്കാരുണ്ട്. ലോട്ടറി കച്ചവടക്കാരെല്ലാം പറയുന്നത് നാളെ ചെല്ലുമ്പോൾ അവർ പിന്നെയും പറയും എങ്ങനെയാ നാളെ എന്ന് പറയും. അതൊരിക്കലും ഇങ്ങനെ പണ്ടാരുണ്ട് പറഞ്ഞ പോലെ നാളെ എന്ന് പറയുന്നത് നീളെ ഇങ്ങനെ നീണ്ടു പോകും. പക്ഷേ കർത്താവിൻ്റെ ഡിക്ഷണറിക്കകത്ത് നാളെ എന്നൊരു സംഭവമല്ല, പിന്നെ ഇന്ന് പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇത് നമ്മുടെ ലൈഫിനകത്ത് സംഭവിക്കും. നാളെ എന്നോ നാളെ കഴിഞ്ഞെന്നോ ഫാസ്റ്റിങ്ങിന്റെ സമാപന ദിവസമൊന്നുമല്ല. ഇന്ന്, സ്തോത്രം, ടുഡേ, ഇന്ന് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പ്രതീക്ഷിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ഇപ്പം ബൈബിൾ സ്കൂളിൽ നിന്ന് കുറച്ച് സഹോദരങ്ങൾ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. അപ്പോൾ അവരോട് ചേർന്ന് ഞാൻ ഈ ഫ്രീ ടൈമിലൊക്കെ ഞങ്ങളുടെ ഈ വയലാ പ്രദേശത്ത്, ഞാനൊരു ലോക്കൽ സഭയുടെ പാസ്റ്ററാണ്, വയലാ പ്രദേശത്തൊക്കെ ഇങ്ങനെ ട്രാക്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. വീടുകൾ കയറി ഇങ്ങനെ ട്രാക്ട് കൊടുക്കാൻ പോകുന്ന ഒരു ഇപ്പം സെസ്രോഷി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ഇവിടെ പ്രസംഗമുള്ളത് കൊണ്ടാണ്, എന്നാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങ് പോയേനെ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരു വീട്ടിൽ കയറിയപ്പോൾ ആൻറ്റി വളരെ പ്രയാസത്തിലാണ്. ഒരു കണ്ണിന് കാഴ്ചയില്ല. ഞങ്ങളുടെ ചർച്ചിനോട് ചേർന്ന് താമസിക്കുന്ന ഒരു വാത്സല്യമുള്ള ഒരമ്മാമയാണ്. ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നട്ടലിന് 3-4 നട്ടൽ എല്ലുകൾക്ക് തേയ്മാനവും ഒക്കെ അകലിച്ചൊക്കെ പ്രയാസമുണ്ട്. കാലുകൾക്ക് പ്രയാസമുണ്ട്. നടക്കാനൊന്നും അങ്ങനെ വലിയ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഞാനിങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മുഖത്തൊരു എക്സ്പ്രഷൻ വരുന്നില്ല, മുഖത്തങ്ങനെ വലിയൊരു മാറ്റമൊന്നും വരുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറ്റം വരുന്നില്ല. അവസാനം ഞാൻ ഈ മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അമ്മാമേ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു, എന്തുവാ പാസ്റ്ററെ? അല്ല, ഇനി ഒരു മടങ്ങി വരവുണ്ടെന്ന് പ്രതീക്ഷയുണ്ടോ? ഉണ്ടല്ലോ, മടങ്ങി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ രോഗമൊക്കെ പറയുമ്പോൾ ഡോക്ടർമാർ ആദ്യം ചെയ്യുന്നത് പൾസ് ഉണ്ടോ എന്ന് നോക്കും, അല്ലേ? നിങ്ങൾക്കറിയാം, പൾസ് ഉണ്ടോ എന്ന് പിടിച്ച് നോക്കും. ഇങ്ങനെ പിടിച്ച് നോക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രമീകരണത്താൽ നമുക്ക് ജീവനുണ്ടോ എന്ന് നോക്കും. പൾസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കത്തുള്ളൂ. സ്തോത്രം. പൾസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നേരം മോർച്ചറി കൊണ്ടുപോയിക്കോളാൻ പറയും. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് വിജയിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ജീവൻ വരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മാമയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടോ ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാകുമെന്ന്? അപ്പൊ അവര് പറഞ്ഞു, പാസ്റ്ററെ, ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ആ പ്രതീക്ഷയില്ല. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ കൂടെ വന്ന സഹോദരന്മാരൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. രാവിലെ ഞാൻ പറഞ്ഞ എൻ്റെ സാക്ഷ്യം, കുറച്ച് സാക്ഷ്യമേ എൻ്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞുള്ളൂ. വളരെ ഗഹനമായിട്ടുള്ള സാക്ഷ്യം എൻ്റെ ലൈഫിനകത്തുണ്ട്. അപ്പം ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പതുക്കെ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിനകത്ത് ഇങ്ങനെ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ മുഖത്തിന് പതുക്കെ മാറ്റം വരാൻ തുടങ്ങി. വളരെ ഡാർക്കായിരുന്നു, പക്ഷേ എക്സ്പ്രഷന് മാറ്റം വരാൻ തുടങ്ങി. ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മാമ്മയും കരഞ്ഞു, മോളും തൊട്ടടുത്തുണ്ടായിരുന്ന മോളും കരഞ്ഞു.
ആ എക്സ്പ്രഷന് മാറ്റം വരാൻ തുടങ്ങി. അപ്പോൾ ഇതിനി സാധ്യമാകത്തില്ലെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് തമ്പുരാൻ പറയുന്നത് അങ്ങനെയല്ല, ഇന്നെന്ന് പറയുന്നൊരു ദിവസത്തിന് ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും, രക്തത്താല് ചെയ്യാം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത്, പ്രതീക്ഷയുള്ളവരുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ എൻ്റെ ഫിഗർ നോക്കണ്ട, ഏലപ്പാറ പാസിന്റെ ഈ മൊട്ടത്തലയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഓട്ടപ്പല്ലൊന്നും നിങ്ങൾ നോക്കണ്ട, എൻ്റെ ഫിഗർ നിങ്ങൾ നോക്കണ്ട. മറ്റുള്ള പാസ്റ്റർമാരെ പോലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സോ അങ്ങനെ ഒന്നുമില്ല. ഒരു പച്ചയായ മനുഷ്യൻ. എൻ്റെ ഫിഗർ നോക്കി നിങ്ങൾ ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്നൊന്നും നിങ്ങൾ ചിന്തിച്ച് സമയം കളയരുത്. എന്നെ നിങ്ങൾ വിട്ടാട്ടെ. നിങ്ങൾ ഒരു കാര്യം മാത്രം തിരിച്ചറിഞ്ഞാൽ മതി, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിൽ ഞാനുണ്ടെന്നാ ബൈബിൾ പറയുന്നേ. അതിനപ്പുറത്ത് എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നിങ്ങൾക്കറിയാമോ, കോടതി കൈവിട്ട കേസുകൾ നമ്മൾ തിരിച്ചെടുത്തത് പ്രാർത്ഥനാ മുറിയിലാണ്. ഹോസ്പിറ്റലുകൾ കൈവിട്ട കേസുകൾ, ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ കേസുകൾ നമ്മൾ പിടിച്ചെടുത്തത് പ്രാർത്ഥനാ മുറിയിലാണ്. കുടുംബക്കാരിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ മടക്കിയെടുത്തത് പ്രാർത്ഥനാ മുറിയിലാണ്. 1000 വിഷയങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് മറുപടി എടുത്തത് ദൈവസന്നിധിയിലാണ്. അതിന്റെ കാരണം അവിടെ തമ്പുരാന്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ടെങ്കിൽ, നാളെയല്ല, നാളെ ആര് പ്രസംഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല, നാളെയല്ല, പിന്നെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇന്ന് നടക്കും കാര്യങ്ങൾ. അത് വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. പ്രതീക്ഷയോടെ പറയണം, ഇന്ന് രാത്രി പ്രതീക്ഷയോടെ പറ, ഇന്ന് രാത്രി, ഇന്ന് ഹല്ലേലൂയ. ഒത്തിരി പ്രാധാന്യങ്ങളുണ്ട് ബൈബിളിനകത്ത്. സ്തോത്രം, ഇന്നിന് ഒത്തിരി പ്രാധാന്യം ബൈബിളിനകത്തുണ്ട്. ഒരിക്കൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഒറ്റ വാക്കിന്റെ ബലത്തിൽ, ഇങ്ങോട്ട് നോക്കൂ, ഒറ്റ വാക്കിന്റെ ബലത്തിൽ 2 കള്ളന്മാർ അപ്പുറത്ത് ഇപ്പുറത്തുണ്ടായിരുന്നു. 2 പേർക്ക് സമദൂരമായിരുന്നു. ഒരുത്തൻ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ രക്ഷിക്ക്, കൂടാതെ ഞങ്ങളെ കൂടെ രക്ഷിക്ക് എന്ന് അയാൾ പറഞ്ഞു. തൊട്ടിപ്പുറത്തിരുന്നവൻ പറഞ്ഞു, നീ ഇങ്ങനെ കളിയാക്കുന്ന എന്തിനാ? അങ്ങനെ കളിയാക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഗുരു പിതാവേ അല്ലെങ്കിൽ യേശുവേ, നീ ഇന്ന് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണം? ഒന്നോർക്കണം. ഒരു വാക്ക് തൊട്ടകലത്ത് നിന്നും പറഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞ വാക്ക് ഇതാണ്, നാളെ രാത്രി നീ എന്റെ കൂടെ പർദീസയിൽ പാർക്കും എന്നല്ല, പിന്നെ ഇന്ന് രാത്രി നീ എന്റെ കൂടെ പർദീസയിൽ പാർക്കും. ഇന്ന് രാത്രി എന്റെ കൂടെ നീ പർദീസയിൽ പാർക്കും. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് ഈ നാളിൽ നിന്റെ സമാധാനത്തിനായുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളാമായിരുന്നു. വേദപുസ്തകത്തിനകത്ത് അങ്ങനെ ഇന്നിന്റെ ധാരാളം വേടുകൾ കിടപ്പുണ്ട്. നാളെയല്ല, ഇന്ന്. അങ്ങനെങ്കിൽ പ്രതീക്ഷയോ പ്രാർത്ഥനയ്ക്കൊരു മറുപടിയോ പ്രതീക്ഷിച്ച് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, യോഗം നടക്കുമ്പം ചർച്ചിലെ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആ യോഗത്തിന് പോയില്ലെങ്കിൽ ആ കൂട്ടായ്മയോട്, ആ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന അവഹേളനമാണെന്ന് ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന കാര്യമല്ല. അത് നമ്മൾ പങ്കെടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഇത്രയും ദിവസം പ്രാർത്ഥന വെച്ചിട്ട് ഒരു ദിവസം പോലും പോയില്ലെങ്കിൽ രാജു പാസ് നാളെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും എന്നുള്ള ചിന്തയിൽ ഒരുപക്ഷെ പങ്കെടുക്കണം, നിർബന്ധമായിട്ട് പങ്കെടുക്കണം. ഒരു കമ്മ്യൂണിറ്റി നമ്മൾ നിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാ യോഗങ്ങളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ആ കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്ന നീതിയാണ്. അങ്ങനെ പങ്കെടുക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ദാറ്റ്സ് ഓക്കെ. അതുക്കപ്പുറം, അതിന്റെ മേളിൽ, അതിനപ്പുറം കമ്മ്യൂണിറ്റി അംഗമാണെന്നുള്ളത് കൊണ്ട് പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾക്കപ്പുറം ഇതെന്റെ പിടിവള്ളിയാണെന്നും ഈ രാത്രി എന്നിൽ അത്ഭുതങ്ങൾ നടന്നേ പറ്റത്തുള്ളെന്നും എന്റെ ലൈഫിനെ മാറ്റിയേ പറ്റത്തുള്ളെന്നും അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവര് സ്തോത്രം പറയണം. ഒരുപക്ഷെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിനകത്ത് അത് ചെയ്തെടുക്കാൻ എന്റെ കർത്താവിന് കഴിയും. അത് വിശ്വസിക്കുന്നെങ്കിൽ പ്രതീക്ഷയോടെ സ്തോത്രം പറയണം. ആമേൻ. ഞാൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്ററാണ്. 1.5 മണിക്കൂറത്തെ പ്രസംഗം എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല. പ്രസംഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ആരോഗ്യത്തിനൊരു ചെറിയ ക്ഷീണം ഉള്ളത് കൊണ്ടാണ് ഞാൻ സമയം കുറച്ചത്. ഇവിടുത്തെ പ്രസംഗം 1.25 മണിക്കൂർ പ്രസംഗവും 15 മിനിറ്റ് വർഷിപ്പ്, അങ്ങനെ 2 മണിക്കൂർ. അപ്പൊ ഞാനൊരു 15 മിനിറ്റ് കുറച്ചാണ് പ്രസംഗിക്കുന്നത്. 1.5 മണിക്കൂർ. അത് പ്രസംഗത്തിന്റെ കുറവ് കൊണ്ടല്ല, ആരോഗ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. ചിലപ്പോൾ 2, 2.5, 3, 3.5 പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത 1.5 മണിക്കൂർ പ്രസംഗിക്കാനുള്ള സാധനം കയ്യിലുണ്ട്, സംഭവം കയ്യിലുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്
പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ആരാധിക്കേണ്ടത് പ്രതീക്ഷയോടെ. രക്തം ചെയ്യും ഈ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുക, പ്രതീക്ഷയോടെ ആരാധിക്കുക, പ്രതീക്ഷയോടെ സ്തോത്രം പറയുക. അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരാലും ആരാധിക്കുന്നത് കൊണ്ട് ആരാധിക്കുന്നു എന്നതിനപ്പുറം ആരും ആരാധിച്ചില്ലെങ്കിലും ഞാൻ ആരാധിക്കുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടെ ആരാധിക്കുന്നവരുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അത്ഭുതമായി മാറത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിടുതലായി മാറത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അഡ്രസ്സിലോട്ട് മാറത്തുള്ളൂ, റിസൾട്ടിലോട്ട് മാറത്തുള്ളൂ. ഇന്ന് രാത്രി അങ്ങനെയുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പറയണം, എന്നെ കടന്നു പോകരുത്. ഇന്ന് രാത്രി എന്നെ അനുഗ്രഹിച്ചേ വിടത്തുള്ളൂ. അഭിഷേകം പ്രാപിക്കാത്തൊരു സാധാരണക്കാരൻ, ഇവൻ ദേഹം മൊത്തം ക്ഷയിച്ച ഒരു സാധാരണക്കാരൻ യാബോക്കിന്റെ കടവിൽ വെച്ച് ഒരു ശക്തനായ ദൂതന്റെ കാലെ പിടിച്ചിട്ട് പറഞ്ഞു, എത്ര ഉഷസ്തുതിച്ചാലും നീ ഇന്ന് എന്നെ വിട്ടു പോണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രി അങ്ങനെ ഉത്തരവാദിത്വത്തോടു കൂടെ സമർപ്പണത്തോടു കൂടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രിയരെ, ഒരു ദൂത് പറഞ്ഞിട്ട് പോകാനുള്ള വെപ്രാളമല്ല എനിക്ക്. എനിക്ക് അതിനപ്പുറത്ത് കുറെ ചിന്തകളുണ്ട്. ഒരു ദൂത് പറഞ്ഞിട്ട് പോകാനുള്ള വെപ്രാളത്തിലല്ല ഞാൻ. അങ്ങനെ അല്ല. സ്തോത്രം. ഭയങ്കര ആത്മാർത്ഥല്ല ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് സംസാരിക്കുന്നത്. അടുത്തൊരു യോഗം എൻ്റെ മനസ്സിൽ പോലും ഇല്ല. സാധാരണ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ആദ്യത്തെ പ്രസംഗം വിജയിച്ചാലും നെക്സ്റ്റ് യോഗം കിട്ടും. അങ്ങനെയൊക്കെ ഒരു തലവ്. എനിക്ക് അടുത്തൊരു യോഗം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിനകത്തില്ല. ഇന്ന് രാത്രി ഞാനിതെല്ലാം പറയുമ്പോഴും എൻ്റെ പ്രതീക്ഷ എന്നാന്നറിയാമോ? 100% ആത്മാവിൽ ആരാധിക്കുന്ന തലമായി ഇന്ന് രാത്രി യോഗം മാറണമെന്ന്. 100%, 100% ഇതിനകത്ത് മങ്ങിയിരിക്കുന്ന ഒരു പാടില്ല, മയങ്ങിയിരിക്കുന്ന ഒരു പാടില്ല. 100%, 100% ആത്മാവിൽ ജാഗരിക്കുന്ന, ആത്മാവിൽ ശക്തി അനുഭവിക്കുന്ന, ആത്മാവിൽ വിടുതൽ പ്രാപിക്കുന്ന കരുത്തന്മാരെ എഴുന്നേൽക്കണം. അതാണ് ഇന്ന് രാത്രി ഞാൻ കൊതിക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് ഒരല്പ നിമിഷം ആ കാര്യം അടിച്ച് കർത്താവിനെ സ്തുതിച്ച് പറ, ഇന്ന് രാത്രി, യെസ് ടുഡേ, ഇന്ന് രാത്രി, ഈ രാത്രി എന്റെ ജയമാണ്, ഈ രാത്രി എന്റെ അത്ഭുതമാണ്, ഈ രാത്രി എന്റെ അത്ഭുത പ്രവൃത്തിയുടെ രാത്രിയാണ്. ഈ രാത്രി പ്രതീക്ഷയോടെ സ്തോത്രം ചെയ്യാൻ നിയോഗം പ്രാപിക്കുന്ന കരുത്തർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപരങ്ങളെ തുറന്ന് അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ജനം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ആത്മാവിൽ പോരാടാമെങ്കിൽ പോരാടണം കേട്ടോ. ഒരു പരിധിക്കപ്പുറം മുമ്പോട്ട് വിടാതെ നിനക്കെതിരെ വാടകോരിയ ചില ഇരുട്ടിന്റെ അധിപതികൾ ഇന്ന് രാത്രി അടങ്ങം കൽപ്പിക്കുക. നിന്റെ നാവിൽ നിന്ന് വരുന്ന തീജ്വാല, നിന്റെ വേടുകൾ പുറത്തു വരാതിരിപ്പാൻ നിന്നെ ഒരു ഭിത്തിക്കകത്തൊതുക്കി 4 മുറിക്കുള്ളിൽ നിന്നെ ബന്ധിച്ച് നിന്റെ ശുശ്രൂഷയെ തളച്ച് ഒരു പരിധിക്കപ്പുറം പുറത്തു വിടുകയില്ലെന്ന് വാതി കെട്ടുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി ഒരാത്മാവിന്റെ കുതിപ്പ് ഈ രാത്രി നിന്റെ അകത്ത് പകരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങോ. ആത്മാവിൽ പോരാടിക്കേ കുഞ്ഞുങ്ങളെ. ആത്മാവിൽ ജാഗരിച്ച ഈ രാത്രി, ഇന്ന് രാത്രി, ഈ ദിവസം നിന്റെ ലൈഫിനകത്ത് ചില പുതുക്കങ്ങൾ പകരുന്ന രാത്രിയാണ്. Hallelujah. Praise the Lord. ദൈവം തമ്പുരാൻ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചാൽ നാളെ അല്ല പിന്നെ എന്താണ്? ഇന്ന്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടുത്തിരിക്കുന്നതൊക്കെ കരം കൊടുത്ത് പറഞ്ഞേ, ഇന്നെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാൽ മതി. അയ്യോ ഒരു അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാം, ഈ ചർച്ചിന്റെ തലം എനിക്കറിയാം. അങ്ങനെ പറയുന്നത് കൊണ്ട് പാപമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ കൈ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പകർച്ചയുണ്ടെന്ന് ഈ വിശ്വസിക്കുന്ന ആളാ. അഭിഷേകമുള്ളവന്റെ വിരൽത്തുമ്പിലും അധികാരമുണ്ടെന്ന് ചിന്തിക്കുന്ന ആളാ. അഭിഷേകമുള്ളവന്റെ അസ്ഥിക്കകത്തും ആത്മസാന്നിധ്യം ഉണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്, ഇല്ലേ? ഏലീശ മരിച്ചിട്ട് 1 ആണ്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ കുഴിക്കകത്തോട്ട് ഒരുത്തനെ കൊണ്ടിട്ടു. നിങ്ങൾക്കറിയാമോ, അങ്ങോട്ട് ചെന്നു, അതുപോലെ തിരിച്ചു വന്നു. അങ്ങോട്ട് പോയപ്പോ ശവമായിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോ ജീവൻ ഉണ്ടായിരുന്നു. കാരണം അങ്ങോട്ട് ചെന്നവൻ അഭിഷേകമുള്ളവന്റെ അസ്ഥിയെ തൊട്ടപ്പോ അവിടുന്ന് ഒരു പകർച്ച വെളിപ്പെട്ടെന്ന്. നിന്റെ അടുത്തിരിക്കുന്ന ആള് തകർന്നിരിക്കുമായിരിക്കും, നിന്റെ അടുത്തിരിക്കുന്ന ആള് തകർന്നിരിക്കുകയായിരിക്കും. പക്ഷെ നീ അങ്ങോട്ട് ചൂണ്ടി പറയുന്ന വാക്കുണ്ടല്ലോ, അവന്റെ അകത്ത് കിണ്ടല് കണക്കിനായിരിക്കും പ്രത്യാശ വീഴുന്നത്. ഈ രാത്രി
വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് നാവ് തുറന്ന് സ്തോത്രം പറയണം, കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഈ രാത്രി ഒരു പക്ഷെങ്കിൽ നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കുന്ന ഒരു പുതിയ കാൽവെപ്പിന്റെ രാത്രിയായി മാറിക്കൂടാ എന്നില്ല. വിശ്വസിക്കുന്നെങ്കിൽ ആ കരമടിച്ച് ഒരുമിച്ച് ഹല്ലേലൂയ പറോ. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി മെസ്സേജ് പറയുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ സാന്നിധ്യം ഞാൻ ഇന്ന് രാത്രി കൊതിക്കുന്നുണ്ട്. ഉച്ചിത്തലമേൽ അത് വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അപ്പോ ഇന്ന് എന്ന ദിവസത്തിനൊരു പ്രാധാന്യം ഉണ്ട്. ടുഡേ സ്തോത്രം. വിലാപകാലം കഴിയാറായെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കുമോ? വിലാപകാലം കഴിയാറായി, കണ്ണുനീരിന്റെ കാലം കഴിയാറായി, അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുമോ? എവിടെ അല്ലേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ ദുഃഖകാലം കഴിയാറായി എന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? ഇന്ന് നിന്റെ വിഷയത്തിനകത്തൊരു സൊല്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ ഭംഗി വാക്കായിട്ട് ചിന്തിക്കേണ്ട, ഏലപ്പാറ പറയുന്നൊരു ഭംഗി വാക്കായിട്ടൊന്നും ചിന്തിക്കേണ്ട. അതുക്ക് മേലെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ കർത്താവ് അത് സൈൻ ചെയ്യും, രക്തത്താല് ചെയ്യും. ഒരു ഭംഗി വാക്കായിട്ടോ നിങ്ങളെ ഇളക്കാൻ പറയുന്ന പ്രസംഗകന്റെ വാക്കായിട്ടൊന്നും ചിന്തിക്കേണ്ട. അതിനപ്പുറത്ത് ചെയ്യാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ട്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അല്പനിമിഷങ്ങൾ കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ, കരമടിച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Receive the power in the name of Jesus. I command in the name of Jesus. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഇപ്പോൾ receive the power. ആത്മാവിൽ പോരാടണം കേട്ടോ. നാവ് തുറന്ന് ആത്മാവിൽ പോരാടണം. നാവ് തുറന്ന് ആത്മാവിൽ ജാഗരിക്കണം. നാവ് തുറന്ന് അന്യഭാഷ പറയണം. നിന്റെ നാവ് തുറക്കാവുന്നതിന്റെ മാക്സിമം നാവുകൾ തുറന്ന് അന്യഭാഷ പറയണം. കരമടിക്കാൻ പറ്റുന്നെങ്കിൽ കരമടിക്കാൻ കഴിയുന്ന ശക്തിയിൽ അറ്റ്ലീസ്റ്റ് നിന്റെ നാവ് തുറക്കുന്നതിന്റെ ശബ്ദം നിന്റെ ചെവിയിൽ എത്തണം. ഇന്ന് രാത്രി അങ്ങനെ സ്തോത്രം ചെയ്ത് തുടങ്ങിക്കേ. ഈ രാത്രിയിൽ തന്നെ ചില അത്ഭുതങ്ങൾ നിന്നിൽ ചെയ്തെടുക്കാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ ഒരു വലിയ വിടുതൽ യേശുവിന്റെ നാമത്തിൽ അടച്ചിട്ട മുറിക്കകത്ത് ഒതുക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി മാറട്ടെ. ഒരു വലിയ ദൈവകരം. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ദൈവകൃപ അനുഭവിക്കുന്നവർ, ഒരു പുതിയ പകർച്ച ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. അഭിഷേകത്തിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങൂ. ഇന്ന് രാത്രി ഈ രാത്രി നിന്നെ അതിനുവേണ്ടി കൊണ്ടുവന്നതാ. ഈ രാത്രി നിന്നെ അതിനായിട്ട് കൊണ്ടുവന്നതാ. വർഷങ്ങളായി നിന്നെ അലട്ടുന്ന ചില രോഗബന്ധനങ്ങളെ ഇന്ന് രാത്രി അഴിച്ചു മാറ്റി ഒരു പുതുക്കം നിന്റെ അകത്ത് പകരാൻ നിന്നെ അതിനായി കൊണ്ടുവന്നതാ ഈ രാത്രി. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞ എല്ലാവരും ചേർന്ന് സന്തോഷമുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ ഒരുമിച്ചൊന്ന് സൂചിച്ച് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സക്കായി എന്ന് പറയുന്ന ആളോട് തമ്പുരാൻ പറയാണ്, സക്കായി നീ വേഗം ഇറങ്ങി വാ, ഇന്ന് രാത്രി ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ദൂതിലേക്ക് വേഗം ഓടിക്കയറി വരാം. സക്കായി എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇല്ലേ, വളരെ പരിചയമുള്ളൊരു കൊച്ചു മനുഷ്യൻ. സൺഡേ സ്കൂൾ സ്റ്റോറിയാ നമ്മൾ കണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഒരു സൺഡേ സ്കൂൾ സ്റ്റോറിയാ സക്കായി. അതുകൊണ്ട് സക്കായിയെ കുറിച്ച് ഒത്തിരി എക്സ്പ്ലനേഷനുകളൊന്നും നിങ്ങളുടെ മുമ്പാകെ തരേണ്ടതില്ല. എന്റെ ചിന്ത ഇതാണ്, ഇയാളുടെ വീട്ടിൽ എങ്ങനെ യേശു കയറി എന്നുള്ളതാ. അത് പറയണമെങ്കിൽ ഇയാൾ ആരാണെന്നൊന്ന് പറയണം ഇല്ലേ.
സക്കായിയെക്കുറിച്ചുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ അതിന്റെ 19-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ അറിയാം, അവൻ എരിഹോവിലെത്തി അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയായ ഒരു മനുഷ്യൻ. സക്കായിയുടെ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ, ലിസൺ ടു മീ, സക്കായിയെ കുറിച്ചുള്ള ബൈബിളിന്റെ ഫസ്റ്റ് വിവരണം ഇതാണ്: ചുങ്കക്കാരൻ. അങ്ങനല്ല, ചുങ്കക്കാരുടെ പ്രമാണി. സ്തോത്രം. സാധാരണ യഹൂദന്മാർക്ക് ചുങ്കക്കാരോട് വലിയ താല്പര്യമില്ല. ചുങ്കം പിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് റോമ ഗവൺമെന്റിന്റെ ജോലിക്കാരാ. നിങ്ങൾക്കറിയാം, അന്ന് യഹൂദന്മാർക്ക് രാഷ്ട്രീയ അധികാരമില്ല. യഹൂദന്മാരെ ഭരിക്കുന്നത് റോമ ഗവൺമെന്റ് ആണ്. കൈസർ റോമിലും അദ്ദേഹം അയക്കുന്ന ഗവർണർമാരാണ് ഓരോ സ്റ്റേറ്റുകൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികാരമില്ലാത്തത് കൊണ്ട് യഹൂദന്മാരുടെ കാശ് പിരിച്ച് റോമൻ ഗവൺമെന്റിന് കൊടുക്കുന്ന റോമാക്കാരുടെ ജോലിക്കാരാണ് ആര്? ഈ ചുങ്കം പിരിവുകാർ. അപ്പൊ ഇവര് കണക്കിൽ കൂടുതൽ പിരിക്കും. ചുങ്കക്കാർ വന്ന് ഒരിക്കൽ ഒരു പ്രസംഗത്തിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഗുരു ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ബൈബിളിനകത്തുണ്ട്. പുരുഷാരം ചോദിക്കുന്നുണ്ട്, ചുങ്കക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു പറയുന്നൊരു വാക്യം ഇതാണ്: പറഞ്ഞിരിക്കുന്നതിലധികം നിങ്ങൾ എന്ത് ചെയ്യരുത്? പിരിക്കരുത്. അപ്പൊ അങ്ങനെ പിരിക്കുന്നവരായിരുന്നു ആര്? ചുങ്കക്കാർ. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഇവരോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഒരു പരീക്ഷനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാൻ ചർച്ചയിൽ ചെന്നപ്പോ ചുങ്കക്കാരൻ മാറത്തടിച്ചു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എന്നാൽ പരീക്ഷൻ പറഞ്ഞു, ഗുരു കർത്താവേ, ഞാൻ ഒരു പാപിയോ അല്ലെങ്കിൽ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലാകയാൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരുടെ കാര്യത്തിൽ അത്ര താല്പര്യമില്ല യഹൂദന്മാർക്ക്. അങ്ങനെ ഇരിക്കെ സക്കായി ചുങ്കക്കാരനല്ല, പിന്നെ ചുങ്കക്കാരുടെ പ്രമാണിയാണ്, അതിന്റെ ടോപ്പില. അപ്പൊ അതുകൊണ്ട് തന്നെ ജനസമ്മതനല്ല എന്ന് ഞാൻ അങ്ങ് പറയുക. മനസ്സിലാകുന്നുണ്ടോ? ഒന്നാമത്തെ പ്രത്യേകത അതാണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ആള് ധനവാനാണ്. നിങ്ങൾക്കറിയാമോ, പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ധനവാന്മാരോട് നമുക്കൊരു ചെറിയ അസൂയ ഉണ്ട്. ചെയ്യും. അത് എങ്ങനെയോ വന്ന് കയറുന്നത്. നമുക്കില്ലാത്തത് എന്തോ മറ്റുള്ളവർക്കുണ്ടെന്ന് തോന്നുമ്പോ ഒരു ചെറിയ പ്രയാസം. മനസ്സിലാകുന്നുണ്ടോ? ചിലരെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന ചില കമന്റുകൾ സത്യമല്ല, അസൂയയിൽ നിന്നും ഉണ്ടാകുന്ന കമന്റുകളാണ് കൂടുതൽ. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വരെ നടന്നുകൊണ്ട് വന്ന അമ്മാമ്മ നാളെ BMW വന്നിറങ്ങിയാൽ നമ്മുടെ മനസ്സങ്ങ് അസ്വസ്ഥമാകും. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വരെ ഒരു ഗതിയുമില്ലാത്ത അമ്മമ്മയുടെ മോള് അമേരിക്കയിൽ ചെന്ന് പറഞ്ഞാൽ ആമേ നമുക്ക് ഞെട്ടും. തിരിച്ച് ആ മോള് നാട്ടിൽ വന്നു കഴിഞ്ഞ് അവള് കാണിക്കുന്നതെല്ലാം നമ്മൾ നോക്കിയിരിക്കും എന്തെങ്കിലും ഒന്ന് പറയാൻ. അത് അവളെന്തെങ്കിലും ചെയ്തിട്ടല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ മേലാത്തത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെ സക്കായിയുടെ രണ്ടാമത്തെ പ്രത്യേകത ആള് ധനവാനാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് ബൈബിൾ പറയുന്നു, അവൻ വളർച്ചയിൽ കുറിയ ആളാണ്, പൊക്കം കുറഞ്ഞ ആളാണ്. പൊതുവെ പറച്ചിലുണ്ട്, പൊക്കം കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വസിക്കാൻ പാടില്ല എന്ന്. സത്യമോ മിഥ്യയോ എനിക്കറിയത്തില്ല. ഞാനും പൊക്കം കുറഞ്ഞ ആളായതുകൊണ്ട് അത് അങ്ങനെ ഞാൻ സർട്ടിഫൈ ചെയ്യുന്നില്ല. എന്തായാലും അങ്ങനെയും പറയുന്നുണ്ട് ഇവൻ വളർച്ചയിൽ കുറുകിയ ആളാണെന്നുള്ളത്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഇവന്റെ മുമ്പിൽ നിൽക്കുന്ന പുരുഷാര നിമിത്തം യേശുവിനെ കാണാൻ കഴിയാത്തത് അവന്റെ ബലഹീനതയല്ല, മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ വലിപ്പം കൊണ്ടാണ്. ഇനി 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവര് പറയുന്നൊരു പദമുണ്ട്, ഇവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാർക്ക് പോലും അറിയാം സക്കായി എന്ന് പറയുന്ന പുള്ളി അത്ര വിശുദ്ധനായ മനുഷ്യനൊന്നും അല്ല. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കൈ ഒന്ന് പൊക്കിക്കാൻ നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഇവൻ പാപിയായ മനുഷ്യൻ. അപ്പൊ 1 പ്രമാണി, 2 ധനവാനെ, 3 കുറിയവനെ, 4-മത്തത് ഇവൻ പാപിയായ മനുഷ്യൻ. ഇനി അതിന്റെ 8-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗം പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഗുരു ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കാനല്ല, പിന്നെ കൊടുക്കുന്നെന്നാണ്. കൊടുക്കാമെന്നാണെങ്കിൽ ദാറ്റ്സ് ഓക്കെ, വെളിപ്പാട് കിട്ടിയിട്ടില്ല, കിട്ടുവാണെങ്കിൽ കൊടുക്കാം. അങ്ങനല്ല, ഇവൻ 4 മടങ്ങായി കൊടുക്കുന്നു. അതിനർത്ഥം എന്നെ മേടിച്ചിട്ടുണ്ട്, അതല്ലയോ അതിനർത്ഥം. അപ്പൊ ചതിവായി വാങ്ങുന്നവൻ പാപിയായ മനുഷ്യൻ, ധനവാനായ മനുഷ്യൻ, ചുങ്കക്കാരുടെ പ്രമാണി, ആളി കുറുകിയവൻ. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇങ്ങനെ സമൂഹത്തിനകത്തൊരു സ്റ്റാറ്റസും ഇല്ലാത്ത ഇവന്റെ വീട്ടിൽ അങ്ങ് പോയി പാർക്കാൻ തീരുമാനിക്കാൻ കാരണമെന്നാ. അപ്പൊ തമ്പുരാൻ പറഞ്ഞു, മോനെ, ഞാൻ ഇവന്റെ വീട് തെരഞ്ഞെടുക്കാനുള്ള കാരണം ഒറ്റ ചിന്തയാ. ചിന്ത മറ്റൊന്നുമല്ല, ഇവൻ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കൊന്നുമല്ല, എനിക്കിന്ന് യേശു എങ്ങനെ ഉള്ളവൻ എന്നൊന്നറിയണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ, ആ രാത്രി സക്കായുടെ വീട്ടിലോട്ട് യേശു പോകാൻ കാരണം സക്കായുടെ അകത്തെ ചിന്തയാ. ഇതുവഴി പോകുന്ന യേശു എങ്ങനെയുള്ള ആളാ? ഇത്രയും കാലം പ്രസംഗിക്കുന്ന യേശു എങ്ങനെയുള്ള ആളാ?
ചർച്ചിൽ വാതോരാതെ പറയുന്ന ഇദ്ദേഹം എങ്ങനെയുള്ളയാളാ? ഒന്ന്, യേശുവിനെ കാണാൻ അവൻ ശ്രമിച്ചു, അതല്ലാതെ മറ്റൊരു ചിന്തയില്ല. ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവൻ ഓടി, ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അവൻ വസ്ത്രമിട്ടോണ്ടതിന്റെ മണ്ടേ കയറി. തമ്പുരാന് മനസ്സിലായി, എന്നെ ഞാൻ എങ്ങനെയുള്ളവൻ എന്ന് കാണാൻ ഇവൻ ആഗ്രഹിച്ചെങ്കിൽ ഇന്ന് തന്നെ അവന്റെ കൂടാരത്തിനകത്തത് വെളിപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയാ, യേശുവിനെ എങ്ങനെ ഉള്ളവനെന്ന് അറിയാനുള്ള ആഗ്രഹം ഈ സക്കായിയെ കൊണ്ടെത്തിച്ചത് രക്ഷയിലാണെങ്കിൽ, ഇന്ന് രാത്രി നീയും ആ തലത്തിൽ ചിന്തിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിന്റെ അകത്തും ഒരു വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുന്നവരെ കരമുയർത്തി ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ചേർന്ന് ഹല്ലേലൂയ. സക്കായുടെ ലൈഫിനകത്തുണ്ടായ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, അയാൾ ചിന്തിച്ചു, യേശു എങ്ങനെയുള്ളവൻ എന്നെനിക്ക് എന്ത് ചെയ്യണം, ഒന്നറിയണം. എന്താ അതിന് അയാൾ ചെയ്ത കാര്യം എന്നറിയാമോ? മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് കാണാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ അടുത്ത തവണയാട്ടെ, ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റിയില്ല, ഇനി അടുത്ത, അങ്ങനെ വെച്ചില്ല പുള്ളി. ആൾക്കാർ കൂടുതലാന്ന് പറഞ്ഞ് പുള്ളി ചെയ്തത് ഒറ്റ ഓട്ടമായിരുന്നു. ജനമൊക്കെ വരുന്നതിന് മുമ്പ് ഒറ്റ ഓട്ടം ഓടിയിട്ടൊരു കാട്ടത്തെ കണ്ടു. ഈ യഹൂദനായ മനുഷ്യന്റെ വസ്ത്രം എന്ന് പറയുന്നത് നീളക്കുപ്പായമാ. നീളക്കുപ്പായം ഇട്ടുകൊണ്ട് ഈ ആളിക്കുറിയവൻ കാട്ടത്തിടെ മണ്ട കയറുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പക്ഷെ ഇവന് ഉടുപ്പൊക്കെ ഇട്ടോണ്ട് ആ കാട്ടത്തിടെ മണ്ട വലിഞ്ഞു കയറിയപ്പോ തമ്പുരാന്റെ മനസ്സിലെ ചിന്ത, എന്നെ കാണാനാണല്ലോ, ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാനാണല്ലോ. മനസ്സിലാകുന്നുണ്ടോ? എന്നാ ഈ നിങ്ങൾക്ക് എന്നോട് ഉണ്ടോ എന്ന് പറഞ്ഞാലേ അവിടെ കാര്യങ്ങൾ നടക്കുന്നു. അവിടെ പ്രസംഗിക്കുമ്പോഴും ഒരുത്തന്റെ ഓട്ടവും അവന്റെ കയറ്റവും എന്റെ തമ്പുരാന്റെ കൺമുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടു താഴെ എത്തിയപ്പോ പറഞ്ഞു, ഇറങ്ങി വാ, ഇന്ന് രാത്രി നിന്റെ വീട്ടിലാ. ഒരു കാര്യം ഞാൻ പറയാം, യേശു എങ്ങനെ ഉള്ളവൻ എന്ന് നീ അറിയാൻ തുടങ്ങിയാൽ അറിയും തോറും നിന്റെ അഡ്രസ് മാറിക്കൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ കാര്യമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കോ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്തൊരു വാക്യമുണ്ട്, നിങ്ങളെടുത്ത്. ഞാൻ ആ ഭാഗം വേഗത്തിലൊന്ന് ചിന്തിക്കാം. 4-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ സമാപന വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അതിന്റെ 35-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു. നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവനോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട്, അങ്ങോട്ട് നോക്കുക, അവർ പുരുഷാരത്തെ വിട്ടേച്ച് താൻ പടകിലിരുന്ന പാടെ അവനെ കൂട്ടിക്കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ, വലിയ ചുഴലിക്കാറ്റ് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായി. അടുത്ത വാക്യം, പടകിൽ തിര തള്ളി കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അടുത്ത വാക്യം ഇങ്ങനെയാണ്, യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുമായിരുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, ഇനി അതിന്റെ വ്യാഖ്യാനത്തിലോട്ട് പോകാം. നിങ്ങൾക്കറിയാമോ, അന്ന് യേശു സഞ്ചരിച്ച പടക് കപ്പലൊന്നുമല്ല, പടകെന്ന എക്സ്പ്ലനേഷൻ. പടകെന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു സംഭവമല്ല, മീൻപിടുത്തക്കാരൊക്കെ പോകുന്ന പടകാണ്. അതിന്റെ അമരത്ത് യേശു ഇങ്ങനെ തലയിണ വെച്ച് ഉറങ്ങുകയാണ്. പക്ഷെ അവിടെ പറയുന്നത് ഈ പടകിനകത്തോട്ട് തിര തള്ളി കയറുക. എന്റെ ചോദ്യം, അത്രയ്ക്ക് സെക്യൂർ അല്ലാത്ത, അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ലാത്ത ഈ പടകിൽ യേശു ഇങ്ങനെ ഉറങ്ങുമോ? വെള്ളം തള്ളി കയറുക എന്ന് പറയുന്നത് യേശു അറിയാതിരിക്കുമോ? അല്ലെങ്കിൽ യേശുവിന്റെ മേലിൽ അത് വീഴാതിരിക്കുമോ? രക്തത്താല് ചെയ്യും ഇല്ല. എന്റെ ചിന്ത, വെള്ളമടിക്കുമ്പോഴും കാറ്റടിക്കുമ്പോഴും അതിന്റെ ഓളമൊക്കെ വന്ന് ഈ പടക്, കപ്പലല്ല പടക്, യേശുവിൽ തട്ടുന്നുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നല്ല ഉറക്കമാ. പക്ഷേ ശിഷ്യന്മാര് പേടിച്ചു. അവര് യേശുവിനെ ഉണർത്തിയിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ്, യേശു അവൻ എഴുന്നേറ്റ്, സ്വത്രം. അടുത്ത വാക്യം, വിചാരമില്ലയോ? അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഭീകലാകാൻ എന്ത് എന്ന് പറഞ്ഞാൽ, സകലത്തെയും നിർമ്മിച്ചവൻ നിന്റെ പടകിലുള്ളപ്പോൾ നീ ഇങ്ങനെ തകരുമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താ? ഒരു കാര്യം നിനക്കറിയാമോ? ഈ കാറ്റ് തുടങ്ങിയ സമയം മുതൽ തന്നെ ഇതെന്തായി തീരുമെന്ന് അറിയാവുന്ന ഞാൻ ഈ പടകിലുള്ളപ്പോ ഇത് മുങ്ങുമെന്ന് ചിന്തിക്കാൻ പാടില്ല. ഇത്ര ഭീരുവാകുന്നതിന്റെ കാരണം എന്താണ്? സ്തോത്രം.
എന്റെ ചിന്ത ഞാൻ വേഗം ഓടി വരാം. അവിടെ കാറ്റമർന്നും കടല് വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവനോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛ ശിഷ്യന്മാർ ഞെട്ടി നിൽക്കുവാണ്. എൻ്റെ ഭാഷയെ പറഞ്ഞ വണ്ടടിച്ച് നിൽക്കുക. കാരണം ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഇളകുന്ന കടല് പെട്ടെന്ന് ശാന്തമാകുന്നു, കാറ്റ് പെട്ടെന്ന് ഒതുങ്ങുന്നു. അവർ ഞെട്ടിപ്പോയി, ഇവരിതുവരെ കണ്ടിട്ടില്ല. സ്തോത്രം. എന്നിട്ട് പോയിക്കാണ് നിങ്ങൾ ഭീരുക്കളാകാൻ എന്ത്, ഇങ്ങനെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് യേശു വീണ്ടും കിടന്നെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ശിഷ്യന്മാരുടെ ഉള്ളിൽ അങ്കുരിച്ച ചിന്ത അവിടെ പറയുന്നുണ്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ എഴുന്നേറ്റൊരു ശാസന, കാറ്റ് അടങ്ങ്. വീശി അടിച്ച കാറ്റ് വിത്തിൻ സെക്കൻഡിൽ സ്റ്റോപ്പ്. ഞെട്ടിപ്പോയി. പൊങ്ങി വരുന്ന തിരമാല ഇപ്പൊ പൊങ്ങുമെന്ന് ചിന്തിച്ചത് പൊങ്ങിയതുപോലെ താന്നു. 12 പേര് നോക്കിയപ്പോ ഇതെന്താ അത്ഭുതമാ. അവര് പറഞ്ഞു, കണ്ടിട്ടില്ല. കടലിന്റെ ഓളവും പരപ്പും ഒക്കെ അറിയാവുന്നവർ ഇതുവരെ കാണാത്തൊരു സാധനം. കാറ്റ് നിൽക്കുന്നു, കൊടുങ്കാറ്റ് നിൽക്കുന്നു, തിരമാല നിൽക്കുന്നു. ഇവര് പറയാണ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ ആർ എന്ന് പറഞ്ഞാൽ അറിയേണ്ടതുപോലെ നീ അറിയാൻ ശ്രമിച്ചാൽ നിന്റെ മനസ്സിനകത്ത് തിങ്ങി നിൽക്കുന്ന സകല ഭീതിയും മാറിപ്പോകും. ഈ രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന കരമൊന്ന് അടിച്ചൊരുമിച്ച് സ്തോത്രം പറ. നിന്റെ കുടുംബത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ മിനിസ്ട്രിയെ കുറിച്ച്, നിന്റെ അകത്തിട്ടിരിക്കുന്ന ചില ഭയങ്ങൾ ഈ രാത്രി മാറുന്ന രാത്രിയാ. വിശ്വസിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ചേർന്ന് കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞെട്ടിപ്പോയി. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നല്ലോ. ഇവരാ ഇന്ന് വരെ കണ്ടിട്ടില്ല, ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല, ആദ്യമായിട്ടുണ്ടായതാ. അവര് പറയാ, ഇവനാ. നിങ്ങൾക്കറിയാമോ, അറിയും തോറും ആഴം കൂടുന്നൊരു മഹാസമുദ്രമാ എന്റെ തമ്പുരാൻ. ചെയ്യാം. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഇതുവരെ അറിഞ്ഞതിലും അപ്പുറം ഇനിയും അറിയാനുള്ള ഒരു ശ്രേഷ്ഠനാ എന്റെ തമ്പുരാൻ. സപ്തസാഗരത്തിന് പഞ്ചസാര മണൽ കൊണ്ട് അതിരി നിശ്ചയിക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിന്മേൽ തൂക്കുന്നവൻ, ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങളെ ശൂന്യതയിൽ കളിപ്പന്ത് പോലെ തൂക്കുന്നവൻ, ആകാശത്തിന്റെ പരിമാണം ചാണുകൊണ്ടെടുക്കുന്നവൻ ഇന്ന് രാത്രി എന്റെയും നിന്റെയും നടുവിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഈ രാത്രി അത് അറിഞ്ഞു സ്തോത്രം ചെയ്യാൻ കരുത്തുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? Praise the Lord. ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ചെയ്യാം. ഒരു 2 മിനിറ്റ് ആ കരം ഒന്ന് ഉത്സാഹിച്ചടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ ചരിത്രത്തെ മാറ്റാൻ കരുത്തുള്ള, നിന്റെ അനുഭവങ്ങളെ മാറ്റാൻ കരുത്തുള്ള, നിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയാൻ കരുത്തുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ആരാധിക്കാൻ നിയോഗമുള്ള എത്ര ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചേ. എന്റെ ദൈവം പോരാ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ ജയം ജയം തരുന്നവൻ. കേട്ടിട്ടുണ്ടോ? പഴയൊരു പാട്ടാ. ഓ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിയിടും ജയം തരുന്നതാൽ. ഓ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിയിടും ജയം തരുന്നതാൽ. അടുത്ത വാക്യം, യുദ്ധവീരൻ യേശു എന്റെ കൂടെയുള്ളതാൽ ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടും. ഇനി ശത്രുപാളയത്തിനെന്നും ഭീതി നൽകുമെൻ ആത്മശക്തിയാല യുദ്ധം എന്നും ചെയ്തിടും. അടുത്തത്, ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും ജയം തരുന്നതാൽ. പറയാമെങ്കിൽ പറഞ്ഞേ, ഓ ജയം ജയം തരും. നിങ്ങൾ കേൾവിക്കാരെ പോലെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതിന്റെ കൂടെ ഒന്ന് സഞ്ചരിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ വരെ പ്രസംഗിച്ച പാസ്റ്ററെ പോലെ ഇന്ന് ഒരു ഗസ്റ്റ് വന്ന് പ്രസംഗിച്ചു, അതിനപ്പുറം ഒന്നുമില്ല. നാളെയും അങ്ങനെ തന്നെ.
അതിനപ്പുറം ഒന്ന് സഞ്ചരിച്ചേ. ഇന്ന് രാത്രി ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചേ. ഈ രാത്രി നിന്റെ ലൈഫിലും എന്റെ ലൈഫിലും അതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാം. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങുമോ? സ്തോത്രം, സ്തോത്രം. തകർക്കുന്നവനെ കൂടെ വെച്ചേച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. ജയം തരുന്നവനെ കൂടെ വെച്ചേച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല. എഴുതി എഴുതി തോറ്റു തുന്നം പാടിയ നിന്റെ വിഷയത്തിനകത്ത് ഒരു ജയം തരാൻ ഇന്ന് രാത്രി തമ്പുരാൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കരുത്തുണ്ടോ? ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചേ. 2-3 മിനിറ്റുകൾ കാര്യമടിച്ച് കർത്താവിന് ഒന്ന് ആരാധിച്ച് ഈ രാത്രി ആത്മാവിൽ ഒന്ന് സന്തോഷിച്ചേ. ഒന്ന് കരമുയർത്തി ഹല്ലേലൂയ എന്ന് പറയാമോ? സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്കറിയാം, ഈ വചനത്തിനകത്ത് സന്തോഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. വചനത്തിനകത്ത് സന്തോഷിക്കുക, പാട്ട് പാടുമ്പോൾ എൻജോയ് ചെയ്യുക. ചുമ്മാ പാടുന്ന കാര്യമല്ല പറഞ്ഞ്, ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പാടുന്നൊരു പാട്ടുണ്ട്. അതിൻ്റെ ഒരു തലമുണ്ട്. ഇതിനകത്തൂടെ സഞ്ചരിക്കുന്നൊരു മേഖല. പണ്ടങ്ങനായിരുന്നു. പണ്ടത്തെ ആൾക്കാരൊക്കെ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൈതന്യം ഭയങ്കര ചൈതന്യമാണ്. സ്തോത്രം, സ്തോത്രം. ഒരു പാട്ട് പാടിയാൽ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഏതാ? യുദ്ധവീരൻ യേശു എൻ്റെ കൂടെയുള്ള. അത് ചുമ്മാ പാടിയിട്ട് കാര്യമില്ല, ഉറപ്പിച്ചങ്ങ് പറയണം. യുദ്ധവീരൻ യേശു എൻ്റെ കൂടെയുള്ളതാൽ ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടും. ഇനി എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഒത്തുചേർന്ന് കോട്ടകൾ തകർത്തിടും. അടുത്ത വാക്യം കേൾക്കണം. ശത്രുപാളയത്തിനെന്നും ഭീതി നൽകുമെൻ ആത്മശക്തിയാലെ യുദ്ധം എന്നും ചെയ്തിടും. പിന്നെ ഓ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ. ഓ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിടും. ജയം തരുന്നതാ കരഞ്ഞോണ്ടല്ല. പിന്നെ ഓ ജയം ജയം തരുന്നവൻ സർവശക്തനാകയാൽ ഐക്യമായി മുന്നേറിയിടും. ജയം തരുന്നതാൽ. ഇന്ന് രാത്രി അങ്ങനെ പറ, കരഞ്ഞിട്ടല്ല, തന്റെ ഇടത്തോടെ പറ. തിരുവല്ലപട്ടണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാത്മമണ്ഡലത്തിലേക്ക് നിന്നെയും നിന്റെ സഭയെയും കുടുംബങ്ങളെയും മാറ്റിയെടുക്കാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ അകത്ത് നിയോഗമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചേ സഹോദര. ആത്മാവിൽ നിന്ന് കത്തിക്കേ, ആത്മാവിൽ നിന്ന് കത്തിക്കേ, ആത്മാവിൽ നിന്ന് കത്തിക്കേ. ശതനയ അധരചാതനാസിയ ഹസ്താലകൽക്കമാസിയന്തര അതുർജനാദിയാരഗസിയാന. ആത്മാവിൽ നിന്ന് കത്തിക്കേ, ആത്മാവിൽ നിന്ന് കത്തിക്കേ. ഇന്ന് രാത്രി ജയം തരുന്നവൻ, ഓ നിന്റെ പരാജയത്തെ മാറ്റുന്നവൻ, നിന്റെ തലയെ ഉയർത്തുന്നവൻ ഇന്ന് രാത്രി വന്നിട്ടോ. ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം എന്ന് പറയാം. ഒരേ കഥാലെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഭീതികളാകാൻ കാരണം എന്താ? ഇതിനകത്ത് ഞാനുണ്ടല്ലോ, ഇതിനകത്ത് ഞാനുണ്ടല്ലോ. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഞാൻ ഇതിനകത്തുള്ളപ്പോൾ നിങ്ങളെ മുക്കിക്കളയുന്നത് നിങ്ങൾ പേടിക്കുവാണോ? നിങ്ങൾ ഭീതികളാകുവാണോ? അതിൻ്റെ ആവശ്യമില്ല. എന്തിനാ വിചാരപ്പെടുന്നേ? ഞാനിവിടെ ഉണ്ടല്ലോ. അവർ ഞെട്ടിപ്പോയി, ഇവൻ ആരാ, ഇതെന്തുവാ? ഞങ്ങളോർത്ത് പച്ചവെള്ളം വീഞ്ഞാക്കാനേ പറ്റത്തുള്ളന്ന്, ഞങ്ങളോർത്ത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാനേ പറ്റത്തുള്ളന്ന്, ഞങ്ങളോർത്ത് ചെകിടനെ കേൾക്കുമാറാക്കും എന്നാ ഞങ്ങൾ ചിന്തിച്ചത്. ഞങ്ങളോർത്ത് അങ്ങേയറ്റം പോയാൽ കണ്ണ് കാണാത്തവന് കാഴ്ച കൊടുക്കും എന്നാ ഞങ്ങൾ ചിന്തിച്ച്. അലറിയടിക്കുന്ന തിരമാലയോട് അമറാൻ ആലമൻ സ്വത്രം അവൻ അലറി വരുന്ന തിരമാലയോട് അടങ്ങാൻ കൽപ്പിക്കാനുള്ള അതോറിറ്റി ഉള്ളവനാണോ എന്റെ പടകിനകത്ത് കിടക്കുന്നവൻ? വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിനോട് ഇനി ചലിക്കരുതെന്ന് പറയാൻ കരുത്തുള്ളവനാണോ എന്റെ പടകിലുള്ളത്? യെസ്, നിന്റെ പടകിൽ അതാണുള്ളത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. രക്തത്താല് ചെയ്യാം. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു വലിയ ശക്തി വ്യാപരിക്കുന്നുണ്ട്. എനിക്കറിയാം അത്. സ്തോത്ര സ്തോത്ര. ഇത് ചുമ്മാ കേട്ടുപോകുമല്ല, പ്രതികരിക്കുന്നവന്റെ അകത്തൊരു തീ വ്യാപരിക്കുന്നുണ്ട്, ഒരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങിക്കേ. ഇത് നിന്റെ ചരിത്രത്തിന്റെ പുതിയ തുടക്കമായിരിക്കും. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ആമേൻ. അപ്പൊ ആരാണ് തമ്പുരാൻ അത്ഭുതങ്ങളെ ചെയ്യാൻ കരുത്തുള്ളവൻ? കുറെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാം ഒന്ന് പറയാൻ ഒരു പക്ഷേ എൻ്റെ മുമ്പിലെ സമയവും എൻ്റെ ആരോഗ്യവും അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. സ്തോത്രമെങ്കിൽ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യം പറയാം. ഞങ്ങൾ സേവിക്കുന്ന തമ്പുരാന്റെ പ്രത്യേകത, അവന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ, സ്തോത്രം, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനായിരുന്നു എൻ്റെ തമ്പുരാൻ. ഹല്ലേലൂയ. അലറിയടിക്കുന്ന തിരമാലയോട് പറഞ്ഞു, ഇനി അടങ്ങുക, മിണ്ടിപ്പോരുത്. അവിടെ നിന്നു. സ്തോത്രം. ഇതേ സംഭവം മറ്റൊരു ഭാഗത്തുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22-ാം വാക്യം. ശിഷ്യന്മാരോട് പറഞ്ഞു അക്കരയ്ക്ക് പോകാൻ. അവർ അക്കരയ്ക്ക് പോയി. യേശു പ്രാർത്ഥിക്കാൻ മലയിൽ ചെന്നു. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയി. കടക് പല നാഴിക വിട്ട് ദൂരത്തായി. 1-ാം യാമം കഴിഞ്ഞു, 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമം കഴിഞ്ഞു. 4-ാം യാമത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ കൈകൾ കുഴയുന്ന പോലായി. നിങ്ങൾക്കറിയാമോ, 4-ാം യാമമായപ്പോൾ അവരുടെ പടകിൽ തമ്പുരാൻ വന്നു. അവര് പേടിച്ചു പോയി. ആരാന്ന് അറിയത്തില്ല. നോക്കി ആരാ ഉടനെ കണ്ടു തമ്പുരാന്. അവര് ഭയപ്പെട്ട തിരമാലയെ ചവിട്ടി അമർത്തി അവരുടെ അടുക്കൽ നിൽക്കുന്നു തമ്പുരാൻ. ഇങ്ങനെ പൊങ്ങി വന്ന തിരമാലയെ ചവിട്ടി അമർത്തിയവൻ അവരുടെ പടകിൽ നിൽക്കുക. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനെയാ ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇതിങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോൾ ഉള്ളറയിൽ ആത്മാവിൽ തീ കത്തണം, ആത്മാവിൽ ശക്തി വർദ്ധിപ്പിക്കപ്പെടണം, രക്തത്താൽ ക്ഷയം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാപിച്ചു വേണം ഇന്ന് രാത്രി ഈ ആലയം വിട്ട് മടങ്ങാൻ. എത്ര പേർക്ക് പ്രതികരിക്കാൻ മനസ്സുണ്ട്? അങ്ങനെ ഉള്ളവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. എന്തോ ഒരു ദിവസം വിശന്നിട്ട് ഒരു അത്തിപ്പഴം കണ്ടപ്പോൾ ആ അത്തിക്കകത്ത് ഫലമുണ്ടാകുമെന്നോർത്ത് എൻ്റെ കർത്താവ് അവിടെ ചെന്നു. ആ അത്തിക്കകത്ത് ഇലയല്ലാതെ ഫലമൊന്നും കണ്ടില്ല. ഉടനെ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞു, ഇനി നിന്നിൽ ഫലം കായ്ക്കാതെ പോകട്ടെ. പിറ്റേ ദിവസം ആ വഴിക്ക് വന്നപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ആ അത്തി എന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഒരു വാക്ക്, അതിൻ്റെ പിമ്പിൽ കർത്താവിൻ്റെ കരം ചലിച്ചു. സ്തോത്രം. മുമ്പോട്ട് പോകുമ്പോൾ ധാരാളം അത്ഭുതങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ഈ പറഞ്ഞ കരം പിരിവുകാർ വന്നു. ഇങ്ങനെ ഓരോരുത്തർ കാശ് കൊടുക്കുന്നു. എൻ്റെ ചിന്തയനുസരിച്ച് യൂദ ആദ്യം കാശ് കൊടുത്തു കാണും. കാശ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. യോഹന്നാൻ കൊടുത്തു, അന്ത്രയോസ് കൊടുത്തു, ഫിലിപ്പോസ് കൊടുത്തു, മത്തായി കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരെ പരിധി നോക്കിയപ്പോൾ ഒരാൾ മാത്രം മാറിയിരുന്ന ഗ്ലോറി 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 പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാന്നറിയാമോ? പത്രോസ. സ്വോത്ര. ആ പറച്ചിൽ കേട്ടപ്പോഴേ മനസ്സിലായി കൈ കാശില്ല. കാശുണ്ടെങ്കിൽ ആരാ സ്വോത്രം പറയുന്നേ? അപ്പൊ ചോദിച്ചു, കുഞ്ഞെ നിന്റെ കയ്യിൽ ചൂണ്ടലുണ്ടോ? അവൻ പറഞ്ഞു ചൂണ്ടലുണ്ട്. പെട്ടെന്ന് ചെന്നിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് ചെന്ന് ചൂണ്ടലിടണം. ചൂണ്ടലിടുമ്പോൾ ആദ്യം ഒരു മീൻ കൊത്തും. അതിൻ്റെ വായിൽ ചതുരസ്ത്ര നമുക്ക് ആവശ്യമുള്ള പണം അതിനകത്തുണ്ട്. ചതുർദ്രഹ്മ പണം അതിനകത്തുണ്ട്. നീ 2 കാശ് നിനക്കും 2 കാശ് എനിക്കും കൊടുക്കണം. എന്നെ അത് അത്ഭുതപ്പെടുത്തി. നിങ്ങൾക്കറിയാമോ, 200-ലധികം രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തിനും കടലുണ്ട്. കടലിൽ നിന്ന് മീൻ പിടിക്കാൻ അനുവാദമുണ്ട്. പക്ഷേ പല രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന അതിലുള്ള കടലുകളിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഓരോ രാജ്യത്തിനും അതിർത്തികളുണ്ട്. ഇത്ര നോട്ടിക്കൽ മൈൽ മീൻ നിങ്ങൾക്ക്, ഇത്ര നോട്ടിക്കൽ മൈൽ ഇപ്പുറത്തുള്ള മീൻ നിങ്ങൾക്ക്. അങ്ങനെ വെച്ചാ പിടിക്കുന്നേ. ആദിയിൽ തമ്പുരാൻ പറഞ്ഞു ഉളവാകട്ടെ. അന്ന് മുതൽ ഇത്രയും ജനം ഇത്രയും കൊല്ലം കൊണ്ട് അതിരിട്ട് പല ടൈപ്പിൽ കൂടെ മീൻ പിടിച്ചിട്ടും മീനിന് ഒരു കുറവുമില്ല. ഇപ്പോഴും മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നെയ്മീൻ അല്പം കുറവാണെങ്കിലും ഇല്ലെന്ന് പറയുന്നില്ല, സാധനം അവൈലബിളാ. മനസ്സിലാകുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ ചിന്ത, അത്ര മത്സ്യസമ്പത്തുള്ള കടലിൽ കോടിക്കണക്കിന് മത്സ്യങ്ങൾ വിഹരിക്കുന്ന ഈ കടലിനകത്ത് ഒരു കൊച്ചുമീനെ ചൂണ്ടയിൽ പിടിക്കാവുന്നൊരു കൊച്ചുമീന്, ആ കൊച്ചുമീനിന്റെ വായിൽ ചതുർദ്രഹ്മപ്പണം. സ്തോത്രം. ഇത്രയും കോടിക്കണക്കിന് മത്സ്യങ്ങൾ വിഹരിക്കുന്ന ഈ സമുദ്രത്തിൽ ഒരു കൊച്ചുമീൻ, ഒരു ചെറിയ മീൻ, അതിനകത്ത് 4 ചതുർദ്രഹ്മപ്പണം. എന്റെ തമ്പുരാൻ കണ്ടിട്ട് പറയുക, നീ ചെന്ന് പിടിച്ചോ. ആദ്യം കിട്ടുന്നതിനകത്ത് ആ മീൻ ഉണ്ടാവും, ആ പണം ഉണ്ടാകും, ആ മീനിന്റെ വായിൽ പണം ഉണ്ടാകും. എന്നെ അത്ഭുതപ്പെടുത്തി. ഇത്രയും കോടിക്കണക്കിന് മത്സ്യങ്ങളുള്ള ഈ കടലിനകത്ത് ഈ കൊച്ചു മീനെ കണ്ട എന്റെ തമ്പുരാൻ ആരാ? ആ മീനിന്റെ വായിലെ പണം കണ്ട തമ്പുരാൻ ആരാ? ഇന്ന് രാത്രിയിൽ ഇതിന്റെയൊക്കെ ആഴങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? 10,000 നിന്റെ മുമ്പിലുണ്ടെങ്കിലും നിന്റെ ഉള്ളിലെ ശൂന്യതകളെ അറിയുന്ന ഒരു നസ്രായന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ള എത്ര ദൈവമക്കളുണ്ട്? കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയണം.
ആൾക്കൂട്ടത്തിൽ നീ എവിടെയാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേൽ വരാതിരിക്കത്തില്ല. ആൾക്കൂട്ടത്തിൽ നീ എവിടെയാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കണ്ണ് നിന്റെ മേൽ വരാതിരിക്കത്തില്ല. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു രാത്രി മൊത്തം അധ്വാനിച്ചിട്ടൊരു പൂഞ്ഞാൻ പോലും കിട്ടാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന പത്രോസിനോട് തമ്പുരാൻ പറഞ്ഞു, വലത് ഭാഗത്തോട്ട് വീശ്. അയാൾ പറഞ്ഞു, ഗുരു, തലങ്ങും ബലങ്ങും പലവട്ടം വീശിയത, രാത്രി മൊത്തം വീശിയത, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ് ഒന്ന് വീശി. നിങ്ങൾക്ക് അറിയാമോ, 1000 വീശിയാൽ കിട്ടാത്ത മീൻ ഒറ്റ വീശിനകത്ത് കയറി എന്ന് മാത്രമല്ല, അവന്റെ പടക്, അവന്റെ കൂട്ടുകാരുടെ പടക് നിറയുന്നത് പോലെ. എങ്ങനാ ഇത് വന്നത്? അതാ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനെയാ ഇന്ന് രാത്രി നാം സേവിക്കുന്നത്. അവന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ ആ കരമൊന്ന് വീശി ഒരു 2 മിനിറ്റ് കർത്താവിനെ സ്തുതിച്ച് പ്രതീക്ഷ വർദ്ധിക്കട്ടെ, പ്രതീക്ഷ വർദ്ധിക്കട്ടെ. ഇനി അങ്ങോട്ട് പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. പ്രതീക്ഷ വർദ്ധിക്കട്ടെ. കേട്ടു മടങ്ങുന്ന അന്തരീക്ഷം മാറട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു റിസൾട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. സ്തോത്ര സ്തോത്ര സ്തോത്ര. ഞാൻ ആത്മാവിൽ സംസാരിക്കുകയാണ്. ഒരു സഭയുടെ പാസ്റ്ററാണ് ഞാൻ, ഒരു ചർച്ച് ഫോറിന്റെ സഭയുടെ പാസ്റ്റർ. വരുന്ന മാസം എൻ്റെ ചർച്ചിലും ഉപവാസ പ്രാർത്ഥനയുണ്ട്. ദേവദാസന്മാർ എൻ്റെ ചർച്ചിലും 10-21 വരുന്നുണ്ട്. ഒരു ശുശ്രൂഷകന്റെ പെയിൻ എന്ന് പറയുന്നത് പുതിയ കുറെ തോട്ടുകൾ മാത്രമല്ല, അത് നല്ലതാ പഠിക്കുന്നവർക്ക്. അതൊക്കപ്പുറം ആ ചർച്ച് ചിന്തിക്കുന്ന ഒരു സ്പിരിച്വൽ തലമുണ്ട്. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുന്നു. അതാണ് എനിക്ക് ആവശ്യം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി അത് നിയോഗത്തോടെ നിങ്ങളുടെ മേൽ പകരാൻ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ബലഹീനതകളെ മാറ്റാൻ കരുത്തുള്ള ഒരു നസ്രായന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിച്ച് ആരാധിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ആരുടെ കാര്യം ഒന്ന് അടിച്ച് 40 നിമിഷം അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചോ. ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത്, ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് യേശുവിൻ നാമം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്താമോ? ഏലപ്പാറ രാജേഷ്, നിങ്ങൾക്കറിയാം, പാസ്റ്റർ രാജേഷ് ഏലപ്പാറ നമ്മുടെ സുഹൃത്താണല്ലോ. വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ് രാജേഷ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ 1ാം ക്ലാസ് മുതൽ. ഏലപ്പാറയ്ക്കടുത്ത് എൻ്റെ സ്വദേശം ഹെലിബറിയ. ഒരുമിച്ച് പഠിച്ച ഒരു ക്ലാസ്സിൽ, ഒരു സ്കൂളിൽ പഠിച്ച, ഒരുമിച്ച് ബൈബിൾ സ്കൂളിൽ പഠിച്ച, ഒരേ റൂമിൽ കിടന്ന് പഠിച്ചതാ, ഒരുപോലെ പഠിച്ചതാ. സ്തോത്രം. ഒരുമിച്ച് മിനിസ്ട്രിക്ക് ഇറങ്ങിയതാ. 21 ഡേയ്സ് ഞാനും പുള്ളിക്കാരനും ആദ്യമായിട്ട് ഇരിക്കുന്ന 2004. അന്ന് എൻ്റെ അപ്പൻ ചോദിച്ചോടെ 21 ദിവസമൊക്കെ നീ പൂർണ്ണമായിട്ടിരുന്ന ചത്തുപോകത്തില്ലയോ? അപ്പം എൻ്റെ അപ്പനോട് ഞാൻ പറഞ്ഞു, വീട്ടിൽ കിടന്ന് മരിച്ചാൽ പട്ടിണി മരണം, ഇവിടെ അത് തന്നെ ഇല്ലയോ, അവിടെ പോയി കിടന്നാൽ ഉപവാസ മരണം, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോയ ആളാ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, 28 വർഷമായ എൻ്റെ അമ്മയുടെ ആസ്മ, 28 കൊല്ലത്തെ ഒരു ആസ്മ പേഷ്യൻ്റ് എൻ്റെ അമ്മ. പാസ്റ്റർക്ക് അറിയാം, എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പ്രസംഗത്തിൻ്റെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. 28 കൊല്ലത്തെ ആസ്മ പേഷ്യൻ്റ്. അപ്പം ഞാൻ ഈ ഉപവാസിരിക്കുന്നതിനിടയ്ക്ക് ഒരു പാസ്റ്റർ ഷിബു പിന്മഴ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷകൻ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പാസ്റ്റർ ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തൊരു അഭിഷേകം വ്യാപരിക്കും. ഞാൻ അന്ന് രാത്രി 9 മണി വരെ കാത്തിരുന്നു, ഒന്നും കിട്ടിയില്ല. അപ്പം ദൈവാത്മാവ് ദൂത് പറഞ്ഞത് കൊണ്ട് 9 മണിക്ക് ശേഷം കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയില്ല എൻ്റെ കൊത്തൊരു ആത്മസാന്നിധ്യം വന്നു. 1 മണിക്കൂറത്തെ ആരാധനയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. ആരാധന കഴിഞ്ഞ് നേരം വെളുത്തിട്ട് അവിടെ അന്ന് വീട്ടിൽ പോക്കൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. രാത്രി അവിടെ കിടക്കുക. 40, 21 എത്ര ഇരുന്നുള്ളതിന് ഒരു കൈയും കണക്കുമില്ല. അവിടെ കിടക്കുക. എവിടെ പോകാനാ? സ്തോത്രം. പ്രതീക്ഷയുണ്ടോ? ഇങ്ങനെ രാത്രി കിടന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് വെളുപ്പിന് ഇറങ്ങിപ്പോയപ്പോൾ രാജേഷിൻ്റെ വീടൊരു മലയുടെ മുകളിലായിരുന്നു. അപ്പോൾ ആ മലയുടെ മുകളിൽ ഇങ്ങനെ ഓടി ഇറങ്ങി വരുന്ന സമയത്ത് ഷെറിപ്പാസ്റ്റൊക്കെ അതറിയാം. സ്തോത്രം. ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നത്, നിന്റെ മേൽ തലേ രാത്രിയിൽ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടായി. സ്തോത്രം. അത് പരമാർത്ഥമാണ്. അങ്ങനെ ഒരു ആത്മസാന്നിധ്യം വ്യത്യസ്തമായി നിന്റെ മേലുണ്ടെങ്കിൽ അത് ആദ്യം ചലിക്കേണ്ടത് അടുത്ത വീട്ടിലെ ആൻറ്റിയുടെ മേലല്ല, പിന്നെ 28 വർഷമായിട്ട് ആസ്മ രോഗത്താൽ ഭാരപ്പെടുന്ന അമ്മയുടെ മേൽ. നിന്റെ അമ്മ അവിടെ ആയിരിക്കുമല്ലോ. സ്തോത്രം. നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് ചെന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ടാ അന്ന് സൗഖ്യമായതാ, പിന്നെ ഇന്ന് വരെ അത് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരിച്ചറിയുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ആന്നു അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തുതിക്കുന്നു. ഇവിടെ വന്നായിരുന്നു, ഇന്നും വരാൻ താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ 1-2 സാഹചര്യങ്ങൾ പ്രയാസമായതുകൊണ്ടാണ് ഇത്. അതാ ഞാൻ പറഞ്ഞേ, ചുമ്മാ ഭംഗി വാക്ക് പറഞ്ഞിട്ട് പോകുമൊന്നുമല്ല. എനിക്ക് മലയാളത്തിലാകെ 10 or 5 വാക്യോ പോലും അറിയത്തില്ല. ഏലപ്പാറയ്ക്കടുത്ത് ഹെലിബറിയ എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ, കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെറിയ LP സ്കൂളില്ല ഞാൻ തറാപ്പന പഠിച്ചേ.
മാക്സിമം ഒരു 250-ലധികം വാക്കുകൾ എനിക്കറിയത്തില്ല. പക്ഷെ ആ പറയുന്ന വാക്കുകൾ വെളിയിൽ നിന്ന് വായിൽ കൂടെ അല്ല, പിന്നെ ഇതൊക്കെ പറയുന്നതിന്റെ ബോട്ടം ഓഫ് ഹാർട്ട്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ വരുന്നത്. നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നത് എന്റെ സഹോദരി സഹോദരന്മാരായിട്ടും എന്റെ വീട്ടിൽ ഒരുമിച്ച് പാർക്കാൻ കഴിയുന്ന ആ സുന്ദരമായ ആ വീട്ടിൽ ഒരുമിച്ച് പാർക്കുന്ന ആൾക്കാരായിട്ടും. നിന്റെ ബന്ധനം ഞാൻ ഭയപ്പെടുന്നുണ്ട്, നിന്റെ രോഗം എനിക്ക് വേദനയുണ്ട്, നിന്റെ കടഭാരത്തിൽ എനിക്ക് വേദനയുണ്ട്. ചുമ്മാ പറഞ്ഞിട്ട് പോകുകയല്ല. അതാ ഇന്ന് രാത്രി ഞാനിത് സംസാരിക്കുന്നത്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു കരുത്തനാണ് ഇന്ന് രാത്രി ഇതിനകത്ത് നടകൊള്ളുന്നത്. അത് ഞാൻ പറഞ്ഞ വിശ്വസിച്ച് ആരാധിക്കാൻ നിയോഗമുണ്ടെങ്കിൽ കർത്താവേ ഇന്ന് രാത്രി നിന്റെ കരം എന്റെ മേൽ വെക്കണമേ എന്ന് പറയാൻ അകത്ത് നിയോഗമുണ്ടെങ്കിൽ ഈ രാത്രി അങ്ങനെ പറഞ്ഞു പോ. ഇതൊരു നിന്റെ ക്ഷയത്തിന്റെ രാത്രിയാ. ഒരു 2 മിനിറ്റ് ആ കരം ആത്മാവിലൊന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഈ രാത്രി ഒരു വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ. Yes, Shabalaba Handala Rahasiana Rikama Shiandala Chagatel Kamasiana. എനിക്ക് ചില നിയോഗങ്ങളുണ്ട്. ഇന്ന് രാത്രി പല പ്രയാസങ്ങളുണ്ട്. ഈ രാത്രി ചിലർ കൈവെക്കാനുള്ള വലിയ നിയോഗമുണ്ട്. ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ഒന്ന് ആരാധിച്ച് കേറിക്കേ, അഭിഷേകത്തോടെ കേറിക്കേ. ചില വിഷയങ്ങളുടെ മറുപടി ഇന്ന് രാത്രി നിന്റെ മേൽ പകരാൻ എന്റെ ദൈവം ശക്തൻ. ആത്മാവിൽ ഒന്ന് കത്തിക്കേച്ച, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു വലിയ ആത്മപകർച്ചയ്ക്കായി ഇന്ന് രാത്രി സ്വർഗം നിന്നെടുക്കുക. Glory to God, glory to God. അഭിഷേകത്തോടെ കർത്താവിനെ സ്തുതിച്ച് അഭിഷേകത്തോടെ അന്യഭാഷ പറഞ്ഞ് അന്യഭാഷ പറ, അന്യഭാഷ പറയാമേ, അന്യഭാഷ പറ. പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ, പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ.
ഇന്ന് രാവിലെ കേട്ടത് ശ്രദ്ധയോടെ ഒന്ന് പിടിച്ച് യേശുവിൻ നാമത്തിൽ. ഒരു പരിധിക്ക് അപ്പുറം കയറാൻ കഴിയാത്തവരുണ്ട്. ഇതിനകത്ത് അഭിഷേകം ആഗ്രഹിക്കുന്നവരുണ്ട്, അഭിഷേകത്തിന്റെ പകർച്ച ആഗ്രഹിക്കുന്നവരുണ്ട്, അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകത്തിന്റെ നിറവ് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി കണ്ണടച്ചൊന്ന് പിടിച്ചോ. ഈ രാത്രി നിന്റെ വരുന്ന പകരാൻ എന്റെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട് അഭിഷേകത്തോടെ. Thank you, Jesus. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ ശക്തിയോടെ? Praise the Lord. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ഇവനാർ സക്കായി ചിന്തിച്ചു, എനിക്കൊന്ന് കാണണം. അന്ന് രാത്രി അവന്റെ അവസ്ഥ മാറി. ഇവിടെ ശിഷ്യന്മാർ പറയും, അയ്യോ ഇതാരാ? സ്തോത്രം. കരുത്തുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, അല്ലേ? പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇനി മുമ്പോട്ട് ഓരോന്ന് ചിന്തിച്ചു പോയാൽ രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. 38 വർഷം ഒരൊറ്റ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന രോഗിയോട് ചോദിച്ചു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഞാൻ അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, ദൂതൻ വന്ന് എല്ലാ ദിവസവും ദൂതൻ വന്ന് വെള്ളം എന്ത് ചെയ്യും? കലക്കും. വെള്ളം കലക്കുമ്പോൾ ആദ്യം ആര് ചാടുന്നു അവൻ എന്ത് ചെയ്യും? സൗഖ്യമാവും. അങ്ങനെയല്ലേ? സ്തോത്രം. അങ്ങനെയല്ലേ? അങ്ങനെയാ. ദൂതൻ വരും, വെള്ളം കലക്കും, ആദ്യം ചാടുന്ന ആള് സൗഖ്യമാകും. ഒരു ദിവസം ദൂതൻ ഒരു പ്രാവശ്യം വന്നാൽ ഒരു രോഗിയെ സൗഖ്യമാകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 365 ദിവസം ദൂതൻ ഓരോ പ്രാവശ്യം വന്നാൽ 365 രോഗികൾ സൗഖ്യമാകും. അങ്ങനല്ലേ? ഒരു വർഷം കൊണ്ട് 365 രോഗികൾ. അങ്ങനെയാണെങ്കിൽ 3 വർഷം എടുക്കുവാണെങ്കിൽ 365 രോഗി പ്ലസ് 365 രോഗി പ്ലസ് 365 രോഗി. അങ്ങനെയാണെങ്കിൽ 3 വർഷം കൊണ്ട് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 1000 പേര് സൗഖ്യമാവും. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? സ്തോത്രം. 3 വർഷം കൊണ്ട് 1000 പേർ, 6 വർഷം കൊണ്ട് 2000 പേർ, 9 വർഷം കൊണ്ട് 3000 പേർ, 12 വർഷം കൊണ്ട് 4000 പേർ, 15 വർഷം കൊണ്ട് 5000 പേർ, 15 പ്ലസ് 15 30 വർഷം കൊണ്ട് 10000 പേർ, 36 വർഷം കൊണ്ട് 12000 പേർ. അങ്ങനെയാണെങ്കിൽ 38 വർഷം കൊണ്ട് ഒരു 10-13,000 പേര് സൗഖ്യമായി പോയ കുളവാത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വന്നവനും നൃത്തം ചെയ്തു പോയി. ഇന്നലെ വന്നവനാ ചാടിയത്. ഇന്നലെ വന്നവനും നൃത്തം ചെയ്തു. ഒരു 10-13,000 പേര് സൗഖ്യമായി പോയ കുളത്തിന്റെ കരയില് സൗഖ്യമായി പോയവന്റെ ബക്കറ്റും കപ്പും ഒക്കെ മേടിച്ച് ഒരാൾ കിടക്കുക. അപ്പൊ കണ്ടപ്പോ ചോദിച്ചു, ബ്രദർ എങ്ങനെയാ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉടനെ അദ്ദേഹം പറഞ്ഞു, എടുത്തിടാൻ ആളില്ല. അത് നിനക്ക് മനസ്സുണ്ടോ? സംസാരത്തിനകത്തുണ്ടെന്ന് മനസ്സിലായപ്പോ തമ്പുരാൻ പറഞ്ഞു, എന്നാ ഇനി കുളം കലക്കാൻ ദൂതം വരണ്ട, കുളവും കലക്കണ്ട, വെള്ളവും കലക്കണ്ട, എഴുന്നേറ്റ് പൊക്കോളാൻ പറഞ്ഞു. 38 കൊല്ലത്തെ കെട്ട് പൊട്ടിയത് 1 മണിക്കൂർ കൊണ്ടല്ല, ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാ. എന്നാ പിന്നെ നീ ഇവിടുന്ന് പൊക്കോ. സ്തോത്രം. യേശുവിന് ജനിക്കുന്നതിന് മുമ്പ് രോഗിയായവന്റെ ബന്ധനം പൊട്ടിയത് മണിക്കൂറുകൾ കൊണ്ടല്ല, ഒറ്റ സെക്കൻഡ് കൊണ്ടാണ്. മനസ്സിലായവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. യേശു ഒരിക്കൽ പള്ളിയിൽ ചെന്നപ്പോൾ ഒരു പ്രൈസ്തലോട് കേട്ടു. ആ പ്രൈസ്തലോട് പറഞ്ഞ ആളാരാന്ന് ചുറ്റും നോക്കിയപ്പോ ആരെയും കാണാനില്ല. അപ്പോഴാ മനസ്സിലായേ മേളിൽ നിന്നല്ല സൗണ്ട് വന്നത്, താഴെയെന്നാ. നോക്കിയപ്പോഴാ മനസ്സിലായി റാപോലെ നിൽക്കുന്ന ഒരു അമ്മാമ കുനിഞ്ഞു നിൽക്കുക. അവിടെ നിന്നാ സൗണ്ട് വന്നേ. അപ്പൊ ചോദിച്ചു, എന്തോ പറ്റിയതാ? 18 കൊല്ലമായി കൂന് വന്നിട്ട്. സ്തോത്രം. അപ്പൊ യേശു ചോദിച്ചു, എന്നാ എത്ര കൊല്ലമായി? 18 കൊല്ലമായി. യേശുവിന്റെ വരവില. യേശു 12 വയസ്സിൽ പള്ളി വിട്ടതാ. 12 വയസ്സിൽ പള്ളി വിട്ട യേശു പിന്നെ പള്ളിയിൽ പ്രസംഗിക്കാൻ വരുന്നത് 30-ാമത്തെ വയസ്സില്ല. കൃത്യം 12 പ്ലസ് 18 സമം 30. സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ യേശു എന്ന് പള്ളി വിട്ടോ അന്ന് പിടിച്ച കൂന. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. 18 കൊല്ലമായി. ചോദിച്ചു, അമ്മാമയ്ക്ക് നിവരണോ? അവര് പറഞ്ഞു നിവരണം. അടുത്ത വാക്ക് യേശു പറയാണ്, നിവരണോ? യെസ്. എന്നാ പിന്നെ നിവരുക. നിങ്ങൾക്കറിയാമോ, ആ അസ്ഥി എല്ലാം കൂടി ഇങ്ങനെ നേരെ വരുന്നൊരു സാഹചര്യം. 18 കൊല്ലത്തെ കെട്ട് ഒറ്റ സെക്കൻഡിൽ എന്റെ കർത്താവ് മാറ്റി. മനസ്സിലായവർക്കായി കർത്താവിന് സ്തോത്രം. ഇനി അങ്ങോട്ട് പോയാൽ 12 വർഷത്തെ രോഗി വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു. അടുത്ത വാക്യം, ശക്തി അവങ്കൽ നിന്ന് പുറപ്പെട്ടു, ബാധ ഒഴിഞ്ഞു. തൊട്ടു, ശക്തി പുറപ്പെട്ടു. തൊട്ടു, ബാധ അവളെ വിട്ടു. 12 കൊല്ലത്തെ കെട്ട്. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ശബത്തിൽ യേശു പള്ളിയിൽ ചെന്നപ്പോ കൈവരണ്ട മനുഷ്യനെ കണ്ടു. 40-ലധികം വയസ്സുള്ളൊരു മനുഷ്യൻ കൈവരണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ശബത്ത് എന്ന വാക്കിന്റെ അർത്ഥം
സ്വസ്ഥത എന്ന. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമായിട്ടിരിക്കുക, സ്വസ്ഥമായിരിക്കുക എന്ന. പക്ഷെ നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നത് ശബത്തിൽ. അതിന്റെ കാരണം എന്താ? ശബത്ത് എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയാണെങ്കിൽ അത് ശരിക്കും അനുഭവിക്കണം. പക്ഷേ 40 വർഷം കൊണ്ട് കൈ വരേണ്ടവൻ എന്നാ സ്വസ്ഥതയാവുള്ള? ഒരു സമാധാനവുമില്ല. അവനോട് ചോദിച്ചു, കൈ നിവർത്തണോ? അയാൾ പറഞ്ഞു വേണം. അടുത്ത വാക്യം, യേശു കൈ നിവർത്തുക. 40 കൊല്ലത്തിലപ്പുറം പഴക്കമുള്ളവന്റെ കൈ സെക്കൻഡുകൾ കൊണ്ട് നിവർന്നു. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ചുമ്മാ തള്ളിയിട്ട് പോകുമെന്നുമല്ല, ഇന്നത്തെ ഭാഷയിൽ തള്ളിയിട്ട് പോവുമല്ല, രക്തത്താൽ ചെയ്യാം. സൗഖ്യമാക്കാൻ കരുത്തുള്ളവൻ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞ് അത് വിശ്വസിച്ചേറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന കരമൊന്ന് വീശി ഒരുമിച്ച് ഹല്ലേലൂയ പറ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും അത് പകരാൻ എൻ്റെ കർത്താവ് തയ്യാറാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നവന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. അവന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. ധാരാളം അത്ഭുതങ്ങൾ കർത്താവ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബൈബിളിനകത്ത് ഏകദേശം 36ഓളം മേജർ മിറക്കലുകൾ എൻ്റെ കർത്താവ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. സ്തോത്രം. അതൊക്കെ എണ്ണം പറഞ്ഞ വിടുതലുകളാ. രോഗത്തിന്റെ മേൽ കർത്താവിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ നീ കടന്നു പോകുന്ന സാഹചര്യം എത്ര മാരകമാണെങ്കിലും അതിനകത്ത് നിന്നെ ജയത്തോടെ പുറത്തു കൊണ്ടുവരാൻ കരുത്തുള്ള ദൈവം ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കരുത്തുള്ള ദൈവമക്കൾ മാത്രം ആ കരമൊന്ന് വീശി ഒരുമിച്ചൊന്ന് സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. മുമ്പോട്ട് പോയാൽ ഇനിയും ചിന്തകൾ ഒത്തിരി കിടപ്പുണ്ട്, എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. 3 എന്റെ കർത്താവിന്റെ പ്രത്യേകത, സമയത്തിന്റെ മേൽ അധികാരമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സമയത്തിന്റെ മേൽ. സ്തോത്രം എന്ന് പറഞ്ഞാലേ ഒരു രാജവൃത്തിന്റെ മകന് സുഖമില്ല എന്ന് യേശുവിന് അടുക്ക ചെന്ന് പറഞ്ഞപ്പോൾ യേശു പറയുന്നൊരു ഭാഗമുണ്ട്, പൊക്കോ, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കും. അയാൾ തിരിച്ചു വന്നപ്പോ ഇയാളുടെ മറ്റൊരു ശിഷ്യൻ എന്ന് പറഞ്ഞു, ഗുരു ഇനി യജമാനെ യേശുവിനെ അസഹ്യപ്പെടുത്തണ്ട, അവന് സൗഖ്യമായത് ഏത് സമയത്താന്ന് ചോദിച്ചപ്പോൾ അയാൾ കൃത്യമായി പറഞ്ഞു, ഇന്നലെ 7 മണിക്ക്. അയാൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി യേശു പറഞ്ഞ സമയമാണ് ഏത്? നീ പൊക്കോ, നിന്റെ ബാല്യക്കാരൻ സൗഖ്യമാകും എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ 7 o'clock ഇവിടെ സൗഖ്യമുണ്ടായെങ്കിൽ ദൂരത്തിന്റെ മേലും സമയത്തിന്റെ മേലും എന്റെ ദൈവത്തിന് അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ നിയോഗമുള്ള എത്ര ദൈവമക്കളുണ്ട്? ഒരിക്കൽ കൂടി ആ കരമൊന്ന് വീശി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. നിരാശപ്പെട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കഴിയാം കേട്ടോ. വലിയ സമ്പന്നനെയും വലിയ വിടുതൽ തരുന്ന ആളെയും കയ്യിൽ വെച്ചേച്ച് വേണമെങ്കിൽ കരഞ്ഞു കൂവിയൊക്കെ നമുക്ക് ജീവിക്കാം. അതല്ലെങ്കിൽ ജയത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്ക് ഓപ്റ്റ് ചെയ്യാം, നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വേണമെന്നുള്ളത്. അഗ്നിസർപ്പം ഇങ്ങനെ നടക്കുക, കാലി തൊട്ടാൽ ഒരുപക്ഷെ ചത്തുപോകും. ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കുറെ മണ്ടന്മാര് താഴെ നോക്കി നടക്കുവാണ്. അവിടെ സർപ്പമുണ്ടോ, ഇവിടെ സർപ്പമുണ്ടോ, അങ്ങനെയുണ്ടോ, ഇങ്ങനെയുണ്ട് തപ്പി നടക്കുക. എന്നാൽ കുറെ ബുദ്ധിമാന്മാര് താഴെ നോക്കുന്നില്ല. പിച്ചള സർപ്പം ഉള്ളത് കൊണ്ട് അതിനെ നോക്കി പോവുക. എങ്ങനെയാണെന്നറിയാമോ? മേലോട്ട് മാത്രം നോക്കി പോവുക. താഴെ സർപ്പമുണ്ട്, കുഴപ്പമില്ല. പക്ഷെ തൊട്ടാൽ മേളിൽ നോക്കിയ രക്ഷയാ. മേളിൽ നോട്ടമുണ്ടെങ്കിൽ കാലെ സർപ്പം ചവിട്ടിയാലും കുഴപ്പമില്ല. കുറെ മന്ദബുദ്ധികൾ, കുറെ വിവേകമില്ലാത്തവർ താഴെ നോക്കി നടക്കുമോ? കുറെ വിവേകമുള്ളവന്റെ നോട്ടം മേളിലാണ്. പിടിക്കുന്നെങ്കിൽ നീ പിടിച്ചോ, കടിക്കുന്നെങ്കിൽ നീ കടിച്ചോ, തൊടുന്നെങ്കിൽ നീ തൊട്ടോ. കണ്ണുമേളില. വിശ്വസിക്കുന്നവർക്കായി, തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാത്രി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ രാത്രി ബലപ്പെടാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കോ. Shatala Ramsimania Tanasiana Astar Chagatala Siantane Chagadanasiana. ഹല്ലേലൂയ. ഇന്ന് രാത്രി സഹോദര, നിസ്സാരക്കാരനല്ല നിന്റെ കൂടെ ഇതിനകത്ത് വന്നിട്ടുള്ളവൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സപ്തസാഗരത്തിന് പഞ്ചസാര മണലുകൊണ്ട് അതിന് നിശ്ചയിച്ചവൻ, വരാനുള്ളവൻ, വന്നവൻ, ആൽഫ ഒമേഗ, ആദ്യൻ അന്ത്യൻ, ഇരിക്കുന്നവൻ, ഇരുന്നവൻ. ഇന്ന് രാത്രി ആ തേജോരൂപി നമ്മുടെ നടുവിലുണ്ട്, ഇതിനകത്ത് ഉലാത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ സെൻസ് ചെയ്യുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഒരു തവണ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അവന്റെ സമയത്തിന്റെ മേൽ അധികാരമുണ്ട്, ദൂരത്തിന്റെ മേൽ അധികാരമുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ അമ്മച്ചിമാരൊക്കെ കാലിഫോർണിയ തീ കത്തിയപ്പോ ഇവിടുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ കാലിഫോർണിയയിലെ തീയെ, ലോസ് ആഞ്ചൽസിലെ തീ ഒതുക്കണേ, ഇവിടുന്ന് പ്രാർത്ഥിക്കുക.
ലോസ് ഏഞ്ചൽസ് എന്ന് എഴുതിയ വായിക്കാൻ അറിയാത്ത അമ്മാമ്മയും പ്രാർത്ഥന മുറി കയറി പറഞ്ഞു, ലോസ് ഏഞ്ചൽസിലെ തീ പിടിക്കണം കർത്താവേ. അമ്മയ്ക്കറിയാം എൻ്റെ മുറി പിടിച്ചാൽ മതി, തീ അവിടെ എന്ത് ചെയ്തോളും. വിൽമ, കത്രീന കൊടുങ്കാറ്റടിച്ചപ്പോ കേരളത്തിന്റെ മുക്കിലും മൂലയിലും വരുന്ന ഭക്തന്മാരായിട്ടുള്ള മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു, കൊടുങ്കാറ്റിനെ പിടിച്ചു കെട്ടണം. അവർക്കറിയാം ഞാൻ ഇവിടെ ഇരുന്നാൽ മതി, കാര്യം അവിടെ ചലിക്കും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇനി ബൈബിളിൽ നിന്ന് ഒരു തെളിവൂടെ ഞാൻ പറയാം, ബൈബിളിനകത്തുള്ള ഒരു തെളിവൂടെ പറയാം. ധൂപം കാട്ടാൻ ആലയത്തിനകത്ത് പോയത് സക്കറിയാവ് ആലയത്തിനകത്താണ്. ധൂപം കാട്ടാൻ പോയ സ്ഥലമാലയം, ധൂപം കാട്ടിയ സ്ഥലമാലയം, ദൂതൻ വെളിപ്പെട്ട സ്ഥലമാലയം, ദൂതൻ വെളിപ്പെട്ട സ്ഥലമാലയം, ധൂപം കാട്ടാൻ പോയ സ്ഥലമാലയം, ധൂപം കാട്ടിയ സ്ഥലമാലയം. പക്ഷേ വിടുതൽ നടന്നത് എലിസബത്തിന്റെ ഉദരത്തില. എലിസബത്ത് ആ സമയത്ത് വീട്ടില രക്തത്താല് ചെയ്യാം. ആലയത്തിൽ ദൂതൻ വെളിപ്പെട്ടാൽ വീട്ടിൽ വിടുതൽ നടക്കുമെങ്കിൽ ഇന്ന് രാത്രി നീ ഇവിടെ പ്രാർത്ഥിച്ചാൽ വിടുതൽ വെളിപ്പെടേണ്ടടുത്തത് വെളിപ്പെടും. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. എന്റെ പ്രിയരേ, ഇന്ന് രാത്രി നിങ്ങൾ എന്റെ ഇവിടെ ഉണ്ടോ? ഇന്ന് രാത്രി ദർശനത്തോടെ കർത്താവിനെ ആരാധിച്ച്, ദർശനത്തോടെ കർത്താവിനെ ആരാധിച്ച്, സ്തോത്രത്തോടെ കർത്താവിനെ ആരാധിച്ച്, നിന്റെ തലമുറ എത്ര ദൂരെയാണെങ്കിലും അവിടെ മുമ്പിൽ അടഞ്ഞ വഴി ഓപ്പൺ ചെയ്യാൻ പറ്റും. ആത്മാവിലൊന്ന് പിടിക്ക. സ്തോത്രം. ആത്മമണ്ഡലത്തിലോട്ട് ഞാൻ കേരളക്കരയിൽ ഇന്ന് ഒത്തിരി ശക്തിയോട് ഉപയോഗിക്കുന്ന പല അഭിഷക്തന്മാരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. കേരളക്കരയിൽ ഇന്ന് ന്യൂജൻ ചർച്ചിലും അല്ലാത്ത ചർച്ചിലും ഒക്കെ ആയിട്ട് അനേക നല്ല പവർഫുൾ ആയിട്ട് മിനിസ്ട്രി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഭാഗ്യം കർത്താവ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ചിലരുടെ കൂടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചൊരു 10-25 മിനിറ്റ് കഴിഞ്ഞാൽ വേറെ ലെവലിലോട്ട് പോകും. സ്തോത്രം. എനിക്കറിയാം, ഒരു 25-30-40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വേറൊരു മണ്ഡലമാ, വേറൊരു തലത്തിലോട്ട് പോകുന്നത് എനിക്കറിയാം. അത് ആത്മാവിന്റെ ഒരു നല്ല തലത്തിലേക്ക് ഈ പ്രാർത്ഥന മൂവ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞാനും സ്തോത്രം ചെയ്ത് കയറിയിട്ടുണ്ട്. രക്തത്താല് ചെയ്യും. ചുമ്മാ താഴത്തെ നിരപ്പിൽ നിന്ന് ഗ്ലോറി പറയുന്ന പോലെ അല്ല ഇത് കുറച്ചുകൂടെ ഗഹനമായ നിലയിൽ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുന്ന അങ്ങനത്തെ തലം ചർച്ചിനകത്തുണ്ടായാൽ നിങ്ങൾക്കറിയാമോ, കോട്ടേജ് മീറ്റിംഗും ക്രൂസൈഡ് ആയിരിക്കും. രക്തത്താല് ചെയ്യാം. കരിസ്മ ക്രൂസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് വർഷത്തിലൊന്നും വേണ്ടി വരത്തില്ല. കോട്ടേജ് മീറ്റിംഗുകൾ ക്രൂസൈഡുകളാകും, സഭായോഗങ്ങൾ കൺവെൻഷനുകളാകും. ഓരോ ചെറിയ യോഗത്തിനകത്തും അത്ഭുതത്തിന്റെ കലവറകൾ തമ്പുരാൻ തുറക്കാൻ തുടങ്ങും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ മാത്രം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് യേശുവിൻ നാമം. സമയത്തിന്റെ മേൽ എൻ്റെ കർത്താവിന് അധികാരമുണ്ട്. ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ഇനി എടുത്തെടുത്ത് പറഞ്ഞാൽ മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. അങ്ങനെയല്ലേ? മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. ഞാൻ മനസ്സിലാക്കുന്നത് 42 പടിക്കെട്ടുള്ള ഒരു ഗുഹയായിരുന്നു ലാസറിന്റെ കല്ലറ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ പോയി കണ്ടിട്ടില്ല, വായിച്ചുള്ള പരിചയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ തിരുത്തിക്കൊള്ളാം. എന്തായാലും ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ പറയാം. 42 പടിക്കെട്ടുള്ള ഒരു ഗുഹയായിരുന്നു ലാസറിന്റെ കല്ലറ. അതിനകത്ത് കുറച്ചു പേര് ചേർന്ന് നിർമ്മല ശീലയിൽ ചുറ്റി അല്ലെങ്കിൽ റൂമാലിട്ട് റാപ്പ് ചെയ്ത് കുറെ പേര് കൊണ്ട് വെച്ചിട്ടാ തിരിച്ചു വന്നേ. ഒരു വലിയ കല്ലും അതിന്റെ ഫ്രണ്ടിൽ വെച്ചു. 4-ാം പക്കം യേശുവോടെ ചെന്നപ്പോ മാർത്ത പ്രതികരിച്ചെങ്കിലും ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പുള്ളിക്കാരി പ്രതികരിച്ചു. മറിയയുടെ ചെന്നപ്പോൾ മറിയ കരയുന്നു. മറിയയുടെ കരച്ചിൽ കണ്ടപ്പോൾ യഹൂദന്മാര് കരയുന്നു. എല്ലാവരും കരഞ്ഞപ്പോൾ കർത്താവും കരഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അവനെ വെച്ചത് എവിടെ? അപ്പൊ കല്ലറ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്നിട്ട് ഒരു വിളി വിളിച്ചു, ലാസറേ നീ എന്ത് ചെയ്യാം? ഒറ്റവിളി, ലാസറേ പുറത്തു വരിക. ലാസർ വെളിയിൽ വന്നെന്ന ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു ആലോചനയുണ്ട്. റൂമാല് കൊണ്ട് ചുറ്റിക്കൊണ്ടുപോയതാ. വെളിയിൽ വന്നപ്പോൾ യേശു പറയുന്നു, അവന്റെ കെട്ടഴിപ്പിന് അവൻ പോട്ടെ എന്നാ. അപ്പൊ വന്നത് കെട്ടപ്പെട്ടവനായിട്ടാ. 42 പടിക്കെട്ടിന് താഴെ ഉള്ളവൻ ഈ കല്ലറയുടെ വായ വരെ എങ്ങനെയായിരിക്കും വന്നേ? സ്തോത്രം. നടക്കാൻ പറ്റില്ല, കാരണം ചുറ്റിക്കെട്ടിയിരിക്കുക. ഓടാൻ പറ്റില്ല, കാരണം ചുറ്റിക്കെട്ടിയേക്കുക. ഇപ്പോഴും എനിക്ക് അറിയാത്തൊരു മിസ്റ്ററിയാ അവൻ എങ്ങനെയായിരിക്കും അവിടെ വന്നേന്നുള്ളത്. എന്നാൽ പിന്നെ
ഞാനങ്ങ് സമാധാനിക്കുക. നടക്കണമെന്നില്ലല്ലോ വരണമെങ്കിൽ, ഓടണമെന്നില്ലല്ലോ വരണമെങ്കിൽ, ഒന്ന് പറക്കാമല്ലോ. രക്തത്താല് ജയം. നടക്കത്തില്ലെന്ന് പറയുന്നവനെ വേണമെങ്കിൽ താഴേന്ന് പറപ്പിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലേ കർത്താവിന്? അയ്യോ, സാധ്യമാ. കാര്യങ്ങൾ ചെയ്യുന്ന തമ്പുരാനല്ലേ. ഒരു പച്ചിരുമ്പ് പച്ചവെള്ളത്തിൽ പൊങ്ങിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് പൊങ്ങിയെന്ന് മാത്രമല്ല, അതിന്റെ ഉടയവന്റെ അടുക്കൽ പൊങ്ങി. പച്ചിരുമ്പ് പച്ചവെള്ളത്തിൽ പൊങ്ങത്തില്ല, അതാണ് ചരിത്രം. സ്തോത്രം. പക്ഷെ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോ അത് പൊങ്ങി എന്ന് മാത്രമല്ല, അതിന്റെ ഉടയവന്റെ അടുക്കൽ പൊങ്ങിയെന്ന്. അത് ആരുടെയാണ് അവിടെ പൊങ്ങിയെന്ന്? ഒരു പച്ചിരുമ്പിനെ പച്ചവെള്ളത്തിൽ പൊക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഒരുത്തനെ അവന്റെ കെട്ടഴിച്ച് പുറത്തു കൊണ്ടുവരാൻ, അവനായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ, ഇന്ന് രാത്രി വിശ്വസിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ആ കരമുയർത്തി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മരണത്തിന്റെ മേൽ എന്റെ കർത്താവിന് അധികാരമുണ്ട്. മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ സ്തുതിക്കുകയാണ്. മാരകമായ പ്രതിസന്ധിയിൽ നിന്നും നിന്നെ വിടുവിക്കാൻ കഴിയുന്നവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. തേജസ്സവാരി ചുറ്റിയ നസ്രായൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. രക്തത്താല് ജയം, രക്തത്താല് ജയം. നിന്റെ നീറുന്ന പ്രശ്നം എത്ര ഗഹനമുള്ളതാണെങ്കിലും, നിന്റെ ഭാരം എത്ര ഗഹനമുള്ളതാണെങ്കിലും, ഇന്ന് രാത്രി നിന്നെ വിടുവിക്കാൻ കഴിയുന്ന കരുത്തനായവൻ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് സ്വർഗ്ഗവനോട് സംസാരിക്കുന്നുണ്ട്. ആത്മാവിൽ പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിച്ചു. നിന്നെ വലിഞ്ഞു മുറുക്കുന്ന പ്രതിസന്ധികൾ ഇന്ന് രാത്രി അഴിച്ചു കളഞ്ഞ്, ഓ റബസിയാന, നിന്നെ സ്വതന്ത്രനാക്കി വിടാൻ, നിന്നെ സ്വതന്ത്രനാക്കി വിടാൻ, നിന്നെ സമാധാനമുള്ളവനാക്കി വിടാൻ ഇന്ന് രാത്രി കർത്താവിന്റെ കരം ഇതിനകത്തുണ്ട്. ഒരു 2 മിനിറ്റ് ആത്മാവിൽ ഒന്ന് ആരാധിച്ച് കയറിക്ക്. ഒരു 2 മിനിറ്റ് കർത്താവിനെ ഒന്ന് ആത്മാവിൽ ഒന്ന് ആരാധിച്ച് കയറിക്ക്. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചൊരു 2 മിനിറ്റ്സ്. ഓ ആത്മാവിൽ കണ്ണുകൾ അടച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. അഭിഷേകത്തിൽ കണ്ണുകൾ അടച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. കോൺസെൻട്രേറ്റഡ് പ്രയർ, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ശ്രദ്ധയുള്ള ആരാധന ഈ രാത്രി അത്ഭുതങ്ങൾ കൊണ്ടുവരും, അതിശയങ്ങൾ കൊണ്ടുവരും. വിശ്വസിക്കുന്ന നിങ്ങളുടെ അല്പനിമിഷം കരമടിച്ച് കർത്താവിന് ഒരുമിച്ചൊന്ന് ആരാധിച്ച് ആ കണ്ണുകളൊന്ന് അടച്ചൊരുമിച്ചൊന്ന് സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി നിന്റെ ശക്തി എന്റെ അകത്തൊന്ന് വ്യാപരിക്കണേ, നിന്റെ കൃപ എന്റെ അകത്തൊന്ന് പകരപ്പെടണമേ, നിന്റെ തേജസ് എന്റെ അകത്തൊന്ന് പകരണമേ. ഇന്ന് രാത്രി എന്റെ ചരിത്രം മാറട്ടെ. ഇന്ന് രാത്രി എന്നിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് ടുഡേ, ഈ രാത്രിയിൽ ദൈവകരം എന്റെ അകത്തൊന്ന് ചലിക്കട്ടെ. ആ കരങ്ങളെ തട്ടി കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. പണ്ടുകാലത്തെ പിതാക്കന്മാരുടെ പ്രത്യാശയും പിതാക്കന്മാരുടെ ഉറപ്പും ഒക്കെ ഇതായിരുന്നു. അവിടുന്ന് അതിനകത്തുന്ന അനുഭവത്തിൽ നിന്ന് ചാലിച്ചെഴുതിയിട്ടുള്ളതാണ് പണ്ടത്തെ പാട്ടുകളൊക്കെ, അല്ലേ? പണ്ടത്തെ പാട്ടുകൾ അതിനകത്തുനിന്ന് ചാലിച്ചെഴുതിയിട്ടുള്ള പാട്ടാണ്. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠതയെ അനുഭവിച്ചറിഞ്ഞിട്ട് കുറിച്ചിട്ടുള്ള ധാരാളം വരികളുണ്ട്. സ്തോത്രം. അതൊക്കെ ചില സമയത്ത് നമുക്ക് ഭയങ്കര ഊർജ്ജം നൽകുന്ന വരികളൊക്കെ ഉണ്ട്. സ്തോത്രം, സ്തോത്രം. പാപിയായിരുന്ന എന്നെ രക്ഷിപ്പാനായി, കേട്ടിട്ടുണ്ടോ? യേശു ക്രൂശിലേറി തന്റെ ജീവൻ അർപ്പിച്ചു. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ. ഓ യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലഭൻ, 10,000-ൽ. ഓ യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലേകയാ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തും യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. നല്ലിടയനായ
നിരന്തരമായി വഴി നടത്തുമല്ലോ. നല്ലിടയനായ യേശുനാഥൻ നമ്മെ നിരന്തരമായി വഴി നടത്തിയിടുമേ. അവനെന്നെ ശാസിക്കും, അവനെന്നെ ശിക്ഷിക്കും, തൻ കോടിക്കീഴിലെന്നെ നിത്യം നടത്തിയിടുമേ. അവനെന്നെ ശാസിക്കും, അവനെന്നെ ശിക്ഷിക്കും, തൻ കോടിക്കീഴിലെന്നെ നിത്യം നടത്തിയിടുമേ. യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം, എൻ ജീവിതത്തിൽ ആശ്രയമേ. ഓ യേശുവിൻ നാമം, എന്റെ യേശുവിൻ നാമം, എൻ ജീവിതത്തിൽ ആശ്രയമേ. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഓ ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവൻ യേശുവിൻ നാമം. എനിക്കെത്ര ആനന്ദം. കരമുയർത്തി നല്ല സ്തോത്രം എന്ന് പറഞ്ഞു. അയ്യോ, എന്നെ ഭയങ്കരമായിട്ട് ചലിപ്പിക്കുന്നു ആ പാട്ടുകൾ. ഭയങ്കരമായിട്ട് എന്നെ ചലിപ്പിക്കുന്നു, എൻ്റെ ഉള്ളത്തെ ചലിപ്പിക്കുന്നു ആ പാട്ടുകൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നോട് നിങ്ങളുണ്ടോ? ഹല്ലേലൂയ. വാസപ്രാർത്ഥന ആയതുകൊണ്ടല്ലേ ഞാൻ കുറച്ച് പാട്ടൊക്കെ പാടുന്ന ആളാ. സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ ഏറ്റവും വലിയ പ്രസംഗം എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചാണ്. കൺവെൻഷനുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്ന സബ്ജക്റ്റ് നിത്യതയെക്കുറിച്ചാണ്. എൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. നിത്യതയെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന ധാരാളം പാട്ടുകൾ എൻ്റെ അകത്ത് വരും. ഇത് ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ടാണ് ഞാൻ ആ തരത്തിലോട്ട് പോകാത്തത്. ഭയങ്കര എനിക്കറിയാം, ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറുന്ന കാണാം. സ്തോത്രം. ഞാൻ ഹൃദയം തുറന്ന് സംസാരിക്കുക. ഇങ്ങനെ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറുന്ന കാണാം. അനേകരുടെ മുഖം ഇങ്ങനെ പ്രസന്നമാകുന്ന കാണാൻ പറ്റും. കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളൊക്കെ തന്നെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിരാശപ്പെട്ട് കിടക്കുന്നവൻ്റെ മുഖവും ഒരു വലിയ തേജസ് കൊണ്ട് നിറയപ്പെടുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. പലപ്പോഴും ഈ പഴയ പാട്ടുകളൊക്കെ നമ്മുടെ അകത്ത് ഭയങ്കര ചലനം ഉണ്ടാക്കും. സ്തോത്രം. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു, എന്നിട്ട് അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി, തൻ്റെ ഭുജബലത്താൽ എന്നെ എന്ത് ചെയ്തു? മറച്ചു. ഇത് പാടുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും? ഞാൻ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ പോകും. ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ പ്രസംഗം ക്ലോസ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തലേ കൈവക്കാൻ നിയോഗമുണ്ട്, പക്ഷേ പരിമിതിയുണ്ട്. നിങ്ങൾക്കറിയാം, ഇതിനകത്തൂടെ വന്ന് വെക്കുക പ്രയാസമാണ്. പക്ഷേ ഒരു പാട്ട് നമ്മൾ ഒരുമിച്ച് പാടുമ്പോൾ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മുമ്പോട്ട് വരാം. ഞാൻ നിങ്ങൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. നിശ്ചയമായിട്ടും അവസാനത്തെ ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. ചടങ്ങിന് വേണ്ടി വരില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വരികയും ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ 1 മണിക്കൂറും ഏതാണ്ട് 25 മിനിറ്റുമായിട്ട് പ്രസംഗിച്ച സബ്ജക്റ്റ് എൻ്റെ കർത്താവിനെ കുറിച്ച്. ഇന്ന് നിന്റെ കൂടാരത്തിൽ ഞാൻ വരും എന്ന് പറയാൻ കാരണം യേശു എങ്ങനെ ഉള്ളവൻ എന്നറിയാനുള്ള ഒരു മനുഷ്യന്റെ കൊച്ചാഗ്രഹമാണ്. മനസ്സിലാകുന്നുണ്ടോ? ആ യേശുവിനെ കുറിച്ച് ചില മിനിറ്റുകളായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ശാപത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ദൂരത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സമയത്തിന്റെ മേൽ അധികാരമുള്ളവൻ, സാത്താന്റെ മേൽ അധികാരമുള്ളവൻ. സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഒരു മനുഷ്യൻ നേരിടുന്ന സമസ്ത വിഷയത്തെയും സെക്കൻഡുകൾ കൊണ്ട് മറച്ചു കളയാൻ കഴിയുന്ന കരുത്തനായവനെ കുറിച്ച് ഇന്ന് രാത്രി ഞാൻ സംസാരിച്ചത്. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ഇനി ഒരൊറ്റ ചിന്തയോടെ പറഞ്ഞ് ഈ പ്രസംഗം വൈൻഡപ്പ് ചെയ്യുക. ആ നസ്രായൻ എൻ്റെ വീട്ടിനകത്ത് വന്നാൽ എന്താ ഗുണം? ഏമൻ, ഗുണമൊന്നുമില്ല. ഏമൻ, വന്നാൽ അത് ഗുണമല്ല, അത് അത്ഭുതമായി മാറും. രക്തത്താൽ ചെയ്യും. നസ്രായനെ ഒരിക്കലും ഒരു കല്യാണ വീട്ടിൽ ക്ഷണിച്ചു. നിങ്ങൾക്കറിയാമോ, പരാജയത്തിന്റെ പടുകുഴിയിലോട്ട് പോകുന്ന കുടുംബമായിരുന്നു ആ കുടുംബം. പക്ഷെ എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, കൽപാത്രത്തിനകത്ത് പച്ചവെള്ളം നിറച്ചാൽ മതി, നിന്റെ പരാജയത്തെ ഞാൻ മാറ്റാം. മനസ്സിലാകുന്നുണ്ടോ? യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തത് ഒരു വീട്ടിൽ വെച്ച. യേശു വീട്ടിനകത്ത് വന്ന് കയറിയാൽ പിന്നെ അത്ഭുതമാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. ആ കുടുംബത്തിന്റെ പരാജയങ്ങൾ പരിഹരിക്കപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 11:36 വായിക്കുമ്പോൾ കഥകൾ അഴിഞ്ഞു. ലാസർ, മറിയ, മാർത്ത, 3 പേരുടെ വീട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ആ വീടിനെ കുറിച്ച്. 3 പേരാണെങ്കിലും 3 സ്വഭാവമുള്ളവരാ. മാർത്ത മെസ്സേജ് കേൾക്കും, വിശ്വസിക്കത്തില്ല. മറിയ മെസ്സേജ് കേൾക്കുകയും ചെയ്യും, വിശ്വസിക്കുകയും ചെയ്യും. എന്നാൽ ലാസർ മെസ്സേജ് കേൾക്കത്തുമില്ല, വിശ്വസിക്കത്തുമില്ല. ഫ്രണ്ടിൽ കൂടെ കയറി വരും, യേശുവിനെ കണ്ടാൽ പുറകിൽ കൂടെ ഇറങ്ങിപ്പോകും. പുറകിൽ കൂടെ കയറി വരും, കർത്താവിനെ കണ്ടാൽ പിമ്പിൽ കൂടെ ഇറങ്ങിപ്പോകും. അങ്ങനത്തെ മനുഷ്യനാ. പക്ഷെ ആ മനുഷ്യന്റെ വീട്ടിലെ കരച്ചില് മാറ്റി 4-ാം പക്കം ആര് വന്നപ്പോൾ? യേശു കയറി വന്നപ്പോൾ അന്ന് രാത്രി ആ കുടുംബം സന്തോഷത്തില്ല. 4 നാളായി കല്ലറയുടെ അകത്ത് കിടന്നവൻ അന്ന് രാത്രി പുറത്തു വന്ന് അവർ ചേർന്ന് കർത്താവിനെ ആരാധിച്ചെങ്കിൽ യേശു നിന്റെ കൂടാരത്തിലെത്തിയാൽ നിന്റെ കഥകൾ മാറും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഒരിക്കൽ പത്രോസിന്റെ വീട്ടിൽ എന്റെ കർത്താവ് ചെന്നു. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ സാധാരണ ഞങ്ങളുടെ നാട്ടിൽ പാസ്റ്റർമാരൊക്കെ വീട്ടിൽ വന്നാൽ ഒരു കടുങ്കാപ്പി കിട്ടും. ഇവിടെ കർത്താവ് ചെന്നിട്ട് കാപ്പിയുമില്ല, ഒന്നുമില്ല. ചോദിച്ച്, പത്രോസേ എന്താ ഒന്നും കിട്ടുന്നില്ലല്ലോ, അമ്മായിമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുക. യേശു അങ്ങോട്ട് ചെന്ന് കുനിഞ്ഞു നോക്കി, ഒറ്റ ശാസിച്ചു. ആ സ്ത്രീയുടെ പനി ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമായി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നാൽ രോഗബന്ധനങ്ങൾ അഴിയപ്പെടും. നിന്റെ കൂടാരത്തിനകത്ത് കർത്താവ് വന്നാൽ മർക്കോസ് 9:28 വാക്യത്തിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി യേശു വീട്ടിൽ വന്നാൽ ഉണ്ടാകും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ചുങ്കക്കാരും ലേവിയരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന സാഹചര്യം യേശു വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിലേക്ക് നീ പോകുമ്പോ നസ്രായനെ ഒരിക്കൽ കൂടെ എന്റെ കുടുംബത്തിനകത്ത് നീ ഒന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിച്ചു പോക്കെ. ഈ രാത്രി നിന്റെ കൂടാരത്തിനകത്ത് തേജസ് വാരി ചുറ്റിക്കൊണ്ട് എന്റെ തമ്പുരാൻ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ആരാധിക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. കണ്ണുകളടച്ച് അല്പ നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എവരിബഡി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ ഒന്നടച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എല്ലാ കണ്ണുമടച്ച് ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട കൊച്ചു പ്രസംഗത്തിന്റെ മുമ്പിൽ ഒന്ന് കണ്ണുകൾ അടയ്ക്കണം. എന്നിട്ട് 2-3 മിനിറ്റുകൾ നമുക്കൊന്ന് ഒരുമിച്ച് ആരാധിക്കണം. ശമന റഗതല ബൗസിയാന്തർശനാഥന. ഇന്ന് കർത്താവെ, സക്കായിയുടെ കൂടാരത്തിൽ അങ്ങേക്ക് ഇന്ന് കയറാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി എന്റെ കുടുംബത്തിനകത്ത് അവിടുത്തെ സാന്നിധ്യം വരണം. ആ കണ്ണുകൾ അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നാവ് പൂട്ടിയൊന്നുമല്ല. നീ സ്തോത്രം പറയുന്നത് നിന്റെ ചെവിക്കകത്തെത്തണം. നീ അന്യഭാഷ പറയുന്നെങ്കിൽ അത് നിന്റെ ചെവിക്കെത്തണം. നീ കരമടിക്കുന്നെങ്കിൽ ആ കരമടിയുടെ സൗണ്ട് നിന്റെ ചെവിക്കകത്തെത്തണം. അല്പനിമിഷങ്ങൾ ആ തരങ്ങളെ തുറന്നൊന്ന് സ്തോത്രം ചെയ്ത് അല്പനിമിഷം ആ കരങ്ങളെ ഒന്നുകൂടി അടിച്ചൊന്ന് ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ 18ാമത്തെ രാത്രിയിൽ ഒരത്ഭുതത്തിന്റെ കരം നിന്റെ കുടുംബത്തിൽ ചലിക്കട്ടെ, നിന്റെ മേൽ ചലിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്ന് എഴുന്നേക്കാമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് അല്പനിമിഷം നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഒന്ന് എഴുന്നേറ്റ് കണ്ണുകൾ അടച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യണം. പ്രിയരെ, ആ കണ്ണുകൾ നടച്ച് ഇനി നിങ്ങൾ ആരും അശ്രദ്ധമാകരുത്. ആ കണ്ണുകൾ നടച്ച് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി പ്രതീക്ഷയോടെ ആരാധിക്കാൻ നിയോഗമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രതീക്ഷയോടെ ആരാധിച്ച് കയറിക്കോ. ഈ രാത്രി സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. ഈ രാത്രി നിന്റെ അവസ്ഥയ്ക്ക് വ്യതിയാനം വരുത്തുന്ന, നിന്നെ ഒരു പടി കൂടി ആത്മീകത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുടെ വല്ലഭത്വം നിന്റെ മേൽ വെളിപ്പെടുന്ന രാത്രിയാണ്. ആ കാര്യം ഒന്ന് അടിച്ചൊരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ഈ രാത്രി ആരാധിച്ചോ.